ബെൽജിയം വേറൊരെണ്ണം പഠിക്കുമല്ലോ. എന്താ ബെൽജിയം വേറൊരെണ്ണം പഠിക്കുന്നത്? ബെൽജിയത്തുകാരനാണ് വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ദിലനോയി അല്ലെ. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ എതിരാളിയായ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ദിലനോയി ബെൽജിയംകാരനാ. പിന്നെയും ബെൽജിയം പഠിക്കും. നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. LDC 2ാം ഘട്ടം കണ്ണൂർ കൊല്ലം കാർ ഉദ്യോഗാർത്ഥികൾ ആത്മവിശ്വാസത്തോടെ പഠിക്കുക എന്നറിയാം. കാരണം ഒരുവിധം ഏകദേശം ഒരു മീഡിയം ലെവലാണ് ഇപ്പോൾ രണ്ടും നടന്ന LDC പരീക്ഷയും അല്ലെ. ഖാദി ബോർഡിന്റെ ആയാലും തിരുവനന്തപുരം കുറച്ചും കൂടെ പഠിച്ചവർക്ക് ഒരുവിധം ആത്മവിശ്വാസം കിട്ടി. നല്ല മാർക്കോ, ഹൈ മാർക്കല്ല, ഒരുവിധം സേഫ് സോണിലുള്ള മാർക്ക് കിട്ടിയെന്ന് നമുക്കറിയാൻ കഴിയും. ഖാദി ബോർഡും അതുപോലെ നിങ്ങളോട് പറയുന്നത് ഈ ഒരു ടൈപ്പ് തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു വിട്ടായിരുന്നു, ഒരു മീഡിയം ലെവൽ ക്വസ്റ്റ്യനേ വരൂ. ഹാളിലിരുന്ന് നിങ്ങൾ അല്ലാതെ എല്ലാം അങ്ങ് വൺ വേഡ് വന്ന പണ്ടത്തെ കണക്ക് വരത്തില്ല. നിങ്ങൾ ആത്മവിശ്വാസത്തോടെ എഴുതുന്ന അത് സ്റ്റേറ്റ്മെന്റ് ആയാലും നിങ്ങൾക്ക് അതിനകത്തും പലതും കൊച്ചു കൊച്ചു GK തന്നെ. അത് നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി കഴിഞ്ഞു. തിരുവനന്തപുരംകാർ കുറെ പേര് സേഫ് സോണിലായി, കുറെ പേര് മാർക്ക് കുറഞ്ഞു. ആ മാർക്ക് കുറഞ്ഞവരോട് തന്നെ ഞാൻ എപ്പോഴും ആദ്യമേ പറയാറുള്ളത്, നിങ്ങൾക്ക് അർഹതപ്പെട്ടത് ചിലപ്പം വേറെ ആയിരിക്കും. നിങ്ങൾ അതിൽ വിഷമിക്കൊന്നും വേണ്ട. നിങ്ങളുടെ മനസ്സിനെ പ്രാപ്തിയിൽ എത്തിക്കുക. ഇനിയും പരീക്ഷകളുണ്ട്, മുമ്പിലേക്ക് വരുന്നുണ്ട്, അത് മതിയെന്ന്. ഇനി സേഫ് സോണിൽ എത്തിയവരോട് പറയേണ്ടത് അഹങ്കരിക്കരുത്. കിട്ടിയ മാർക്ക് സന്തോഷത്തോടെ നോക്കുക. ഇനി അടുത്തതിന് പഠിച്ചു തുടങ്ങുക. ഇനി കൊല്ലം കണ്ണൂർ ഉദ്യോഗാർത്ഥികളോട് വാശിയോടുകൂടി പോവുക. ആത്മവിശ്വാസം ഉണ്ടെന്ന് എനിക്കറിയാം, പലർക്കും ടെൻഷൻ ഉണ്ടെന്ന് അറിയാം. അവരോടൊക്കെ എനിക്ക് എടുത്ത് പറയാനുള്ളത്, തീർച്ചയായിട്ടും പഠിച്ചാൽ മുമ്പിലേക്ക് വരും. നിങ്ങൾ പഠിക്കുന്നത് തന്നെ വരും. നല്ല ആത്മവിശ്വാസത്തോടെ പോവുക. ഇന്ന് ഞാൻ കുറേ നല്ല ക്വസ്റ്റ്യനുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ നല്ല ക്വസ്റ്റ്യനുകൾ. അത് തീർന്നിട്ട് കുറച്ച് റിവിഷനുമായിട്ട് വരികയാണ്. ഈ അടുത്ത കാലത്ത് ഇപ്പം LDCയിലെ കൊല്ലം നമ്മുടെ തിരുവനന്തപുരം ഖാദി ബോർഡും ഒക്കെ ബന്ധപ്പെടുത്തി കണ്ടതിൽ നിന്ന് ബന്ധപ്പെടുത്തി കുറച്ച് ക്വസ്റ്റ്യനും കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് എന്നിട്ട് അവസാനം കുറച്ച് റിവിഷനിലേക്ക് വരാം. അപ്പം ഓരോരുത്തരോടും പറയാം, വിശ്വാസത്തോടെ പഠിക്കുക. തീർച്ചയായിട്ടും കുറെ പേര് സേഫ് സോണിൽ എത്തിയിരിക്കും. ആത്മവിശ്വാസത്തോടെ പഠിച്ചാൽ നമ്മളെ കറക്റ്റ് ടോപ്പിക് അനുസരിച്ച്, സിലബസ് അനുസരിച്ച്, സുപ്രധാന നിയമങ്ങൾ, കേരളം ഭരണപരിഷ്കാരം, ഭരണഘടന, എക്കണോമിക്സ്, ഇതിലെല്ലാം കറക്റ്റ് നമ്മൾ പഠിച്ചാൽ കിട്ടും എന്ന ഒരു ഭാഗങ്ങളിൽ നമ്മൾ എത്ര ഇപ്പം തന്നെ ഞാൻ 12ഓളം ടോപ്പിക്ക് തന്നു. അതിൽ നിന്ന് എത്ര ചോദ്യങ്ങൾ വന്നെന്നാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. കുറേ അധികം ചോദ്യങ്ങൾ വന്ന് അത് വൺ വേഡ് ആയിട്ട് വന്നോ, സ്റ്റേറ്റ്മെന്റിനകത്ത് വന്നോ, അല്ലാതെ വന്നതൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു സന്തോഷമാണ്. ഒത്തിരി കുട്ടികൾ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, അവരുടെയൊക്കെ സന്തോഷങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അവസാന നിമിഷം ഒരു സപ്പോർട്ടായി തന്നതിനൊക്കെ സന്തോഷമുണ്ട്. എല്ലാവരോടും നന്ദി മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങൾ രക്ഷപ്പെടുമ്പോഴാണ് ഞങ്ങളുടെ മനസ്സിനൊരു സന്തോഷം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനിയും പിന്നെ കുറേ പേര് മെസ്സേജ് അയച്ചു, സാറിനെ കാണുന്നില്ലല്ലോ എന്ന്. അതുകൊണ്ട് തീർച്ചയായിട്ടും മുമ്പിലേക്ക് എത്തിയതാ. നമുക്ക് നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ട് പോകാം. റിവിഷൻ അതിനു മുമ്പ് പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സ് ഒന്ന് കണ്ടിട്ട് പോകാം. ഇന്ന് ഞാൻ എഴുതിയിരിക്കുന്ന ഹോട്ട് ടോപ്പിക്സ് ഒക്കെ നീതി ആയോഗിന്റെ ആരോഗ്യ സൂചിക. ഈ അടുത്ത കാലത്ത് ഖാദി ബോർഡിന് അതിന്റെ ഒരു മോഡൽ ചോദിച്ചു. അതിന്റെ വേറൊരു ക്വസ്റ്റ്യനാണ് എഴുതിയത്. തൊഴിലുറപ്പ് വേതനങ്ങളൊന്ന് പഠിക്കണം. റിസർവ് ബാങ്കിന്റെ പുതിയ നിരക്ക്, ജനസംഖ്യയിൽ ഇപ്പോൾ 1ാം സ്ഥാനത്ത് ഇന്ത്യ എത്തിയില്ലേ, അതിനെക്കുറിച്ചൊന്ന് പഠിക്കണം. ഓപ്പറേഷനുകൾ പഠിച്ചിട്ടില്ലേ? എന്താ ഓപ്പറേഷൻ? പലരെയും നാട്ടിലെത്തിച്ച ഇസ്രയേൽ, ഉക്രൈൻ, റഷ്യ, തുർക്കി, സിറിയ, ആ നാട്ടിലെത്തിയ ഓപ്പറേഷൻ. പീനൽ കോഡിന്റെ പുതിയ പേരുകൾ ഇപ്പോഴാണ് നിലവിൽ വന്നെങ്കിലും മുമ്പേ പേരുകൾ വന്നല്ലോ, ചിലപ്പോൾ അത് കയറി ചോദിച്ചാലോ. അതുകൊണ്ട് അത് ബ്രിക്സ് ഉച്ചകോടി, ഈ പ്രാവശ്യത്തെ ബ്രിക്സ് ഉച്ചകോടി, ആഗോള കാർബൺ ബഹിർഗമനവുമായി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങൾ, ലോക പുസ്തക തലസ്ഥാനങ്ങൾ, G20 ഉച്ചകോടി. നല്ലൊരു ചോദ്യം വരാം നിങ്ങൾക്ക്. G20 ഉച്ചകോടി, നരേന്ദ്രമോദിക്ക് ഈ അടുത്ത കാലത്ത് കിട്ടിയ ബഹുമതികൾ, നീതി ആയോഗിന്റെ ആരോഗ്യ സൂചിക, കേരള സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് യുനെസ്കോ ലോക പൈതൃക പട്ടിക, ആർക്കമിഡീസ് തത്വം, മിശ്രിതങ്ങൾ 2 രീതിയിൽ, ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ സ്ഥാനം, കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങൾ. നല്ല കുറെ ക്വസ്റ്റ്യനുകളാണ്. ചെവിയിലെ അസ്ഥികളുടെ എണ്ണം, പല്ലുകൾ, സാധാ അസ്ഥികളുടെ എണ്ണം, പോഷക ഘടകങ്ങൾ, ധർമ്മങ്ങൾ, വാർഷികങ്ങൾ, ഇന്ത്യൻ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച്, ChatGPT, പ്രധാന കൃതികൾ. ഇത്രയാണ് 147 ടോപ്പിക്കാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് തുടങ്ങാം. ആദ്യമേ നല്ലൊരു ടോപ്പിക്കിലേക്ക് പോവാം. ഒന്നാമത്തെ ടോപ്പിക് ഏതാണെന്ന് നോക്കിയാൽ, ഒന്നാമത്തെ ടോപ്പിക്ക് നീതി ആയോഗ് ആരോഗ്യ സൂചിക 2020-21 കണക്ക്. കഴിഞ്ഞ LDC ഖാദി ബോർഡിന് 19-20 ചോദിച്ചു. അപ്പൊ ഇതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. 19-20 പഠിച്ചെങ്കിൽ 20-21 വന്നിട്ടുണ്ട്. ആരോഗ്യ സൂചികയിൽ വലിയ വിഭാഗം സംസ്ഥാനങ്ങളുടെ പട്ടിക, തെറ്റിപ്പോരുതേ, വലിയ വിഭാഗം സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനം കേരളം, 2ാം സ്ഥാനം തമിഴ്നാട്, 3ാം സ്ഥാനം. ആദ്യത്തെ 3 എണ്ണമെങ്കിലും പഠിച്ചിട്ട് പോകണം. അപ്പൊ വലിയ വിഭാഗങ്ങളുടെ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ നീതി ആയോഗിന്റെ ഏത് സൂചികയിലാണ്? ആരോഗ്യ സൂചികയിൽ 1ാം സ്ഥാനത്ത് വന്നതാരാ? കേരളം, തമിഴ്നാട്, തെലുങ്കാനയാണ് അല്ലെ. ഏറ്റവും കുറവാറാണ്, ഏറ്റവും പിന്നിലെത്തിയത് ബീഹാറും ഉത്തർപ്രദേശുമാണ്.
ആരോഗ്യ സൂചികയിൽ 2021 21 22 വന്നിട്ടില്ല, 2021 കണക്കാണ് ഇപ്പം വന്ന് നിൽക്കുന്നത്. അപ്പൊ ഏറ്റവും പിന്നിലെത്തിയത് ബീഹാറും ഉത്തർപ്രദേശുമാണ്. ഇനി ചെറിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ നമുക്ക് നോക്കാം. ആരോഗ്യ സൂചികയിൽ ചെറിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ത്രിപുര, ഗോവ, സിക്കിമാണ്. ത്രിപുര, ഗോവ, സിക്കിമാണ് ചെറിയ സൂചികയിൽ പട്ടികയിൽ. ഏറ്റവും പിന്നിലെത്തിയത് മണിപ്പൂരുകാരാണ്. ഏറ്റവും പിന്നിലെത്തിയത് മണിപ്പൂർ. ആരോഗ്യ സൂചികയിൽ മുന്നിലെത്തിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപും ഏറ്റവും പിന്നിലെത്തിയത് ഡൽഹിയുമാണ്. പിന്നിലെത്തിയത്. അപ്പം ഒന്നാമത്തെ ടോപ്പിക്ക് പഠിച്ചു നമ്മൾ. ഒന്നാമത്തെ ടോപ്പിക്ക് ഏതായിരുന്നത്? നീതി ആയോഗിന്റെ ആരോഗ്യ സൂചികയിൽ വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനം, ചെറിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനം. വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണെങ്കിൽ നമ്മുടെ കേരളം, 2-ാം സ്ഥാനത്ത് തമിഴ്നാട്, 3-ാം സ്ഥാനത്ത് തെലങ്കാനയാണ്. ഏറ്റവും പിന്നിൽ ആരൊക്കെയാണ്? ബീഹാറും ഉത്തർപ്രദേശുമാണ്. ചെറിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് ആരാണ്? 1-ാം സ്ഥാനം ത്രിപുര, ഗോവ, സിക്കിം. ത്രിപുര, ഗോവ, സിക്കിം. ഏറ്റവും പിന്നിലെത്തിയത് മണിപ്പൂരാണ്. ഏറ്റവും പിന്നിലെത്തിയത് മണിപ്പൂരാണ്. ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ മുന്നിൽ വന്നത് ലക്ഷദ്വീപും പിന്നിൽ പോയതാരാണ്? ഡൽഹിയുമാണ്. ഓർത്തു വെച്ചിരിക്കുമല്ലോ. അപ്പം നീതി ആയോഗിന്റെ ഈ സൂചികയിൽ ചിലപ്പോൾ അടുത്ത മുമ്പിൽ വരുന്ന പരീക്ഷയ്ക്ക് ആവണമെന്നില്ല. എന്നാലും ബാക്കിയുള്ള ജില്ലക്കാരും കൂടെ ഇത് പഠിച്ചു വെച്ചിരിക്കണം. ഉറപ്പായിട്ട് എന്നിൽ നിന്നും എനിക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയ കുറെ ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരുന്നത്. മണിപ്പൂരൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ലോക്താക് തടാകം മണിപ്പൂർ അല്ലേ? ഇവിടെ ലോക്താക് തടാകം മണിപ്പൂരാണ്. ഒഴുകുന്ന ദേശീയ പാർക്ക് മണിപ്പൂർ അല്ലേ? കെയ്ബുൾ ലഞ്ചാവോ. ഈ ലോക്താക് തടാകത്തിലാണ് ഇന്ത്യയിലെ ഒഴുകുന്ന ദേശീയ പാർക്കായ കെയ്ബുൾ ലഞ്ചാവോ ഏത് തടാകത്തിലാണ്? ലോക്താക് തടാകത്തിലാണ്. 4 വശവും മലകളാൽ ചുറ്റപ്പെട്ട ഇന്ത്യയുടെ തടാകമാണ് ലോക്താക് തടാകം. 4 വശവും മലകളാൽ ചുറ്റപ്പെട്ട ഇന്ത്യയുടെ തടാകം ഏതാ? ലോക്താക് തടാകം. കുക്കീസ് കലാപം നടന്നത് മണിപ്പൂരല്ലേ? ആണ്. കുക്കീസ് കലാപം നടന്നത് എവിടെയെന്ന് ചോദിച്ചാൽ മണിപ്പൂരാണ്. മണിപ്പൂരിനെ ഇന്ത്യയുടെ രത്നം എന്ന് വിളിച്ചതാരാ? ജവഹർലാൽ നെഹ്റു. മണിപ്പൂരിനെ ഇന്ത്യയുടെ രത്നം എന്ന് വിളിച്ചതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ? ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാ? ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകം. എവിടെയത്? ചിൽക്ക തടാകം ഒഡീഷയില. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാ? ഊളാർ തടാകം. ഏറ്റവും വലിയ ശുദ്ധജല തടാകം എവിടെയെന്ന് ചോദിച്ചാൽ ഊളാർ തടാകം ജമ്മു കാശ്മീരിലാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാ? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും ഉയരത്തിൽ ചോലാമു തടാകം സിക്കിം. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? ചോലാമു തടാകം സിക്കിമിലാണ്. ഓർത്ത് വെച്ചിരിക്കണേ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകം ഒഡീഷയിലാണ്. രേണുക തടാകം എവിടെയാണെന്നറിയാമോ? രേണുക തടാകം ഹിമാചൽ പ്രദേശിലാണ്. രേണുക തടാകം എവിടെ? ഹിമാചൽ പ്രദേശിലാണ്. ഓർത്ത് വെച്ചിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഇനി 2-ാം ഘട്ടത്തിലേക്ക് എളുപ്പമുള്ള കൊച്ചു കാര്യങ്ങളെ തൊഴിലുറപ്പ് പദ്ധതി ഞാൻ നേരത്തെ എഴുതി തന്നിട്ടുണ്ട്. എന്നാലും ഇതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേര്. തൊഴിലുറപ്പ് വേതന പ്രകാരം കേരളത്തിന് എത്ര രൂപയാണ് ഇപ്പോൾ എന്ന് പറയുന്നത്? നേരത്തെ 333 രൂപയായിരുന്നു. ഇപ്പൊ എത്ര രൂപയായി വർദ്ധിച്ചു? 346 രൂപയായിട്ട് വർദ്ധിച്ചു. ഏറ്റവും കൂടുതൽ ഹരിയാനയ്ക്കും സിക്കിമിനും 374 രൂപ. കുറവ് അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ് 234. അപ്പൊ ഏറ്റവും കൂടുതൽ ആർക്കാണ്? ഹരിയാനയ്ക്കും സിക്കിമിലുമാണ്. സിക്കിമിന്റെ ജീവൻ രേഖ എന്നറിയപ്പെടുന്ന നദി ഏതാ? ടീസ്റ്റ. ടീസ്റ്റ. ടീസ്റ്റ ഏത് നദിയുടെ പോഷക നദിയാ? ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ് ടീസ്റ്റ. ടീസ്റ്റ, മാനസ്, രോഹിത്, സുബൻസിരി ഇതൊക്കെ എന്തിന്റെയാണ്? ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ്. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി സുബൻസിരിയാണ്. ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? സുബൻസിരിയാണ്. ഇന്ത്യയുടെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയ. ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന ബ്രഹ്മപുത്രയ. NW2 ദേശീയ ജലപാത 2 ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര നദിയിലാണ്. ഓർത്ത് വെച്ചിരിക്കണേ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഏതാണ്? ഹരിയാന, സിക്കിമാണ്. ഏറ്റവും കുറവ് അരുണാചൽ പ്രദേശും നാഗാലാൻഡും. ഇന്ത്യയുടെ കിഴക്കേയറ്റം അരുണാചൽ പ്രദേശിലല്ലേ? ഇന്ത്യയുടെ കിഴക്കേയറ്റം ഏതാ? അരുണാചൽ. നമുക്ക് വടക്കേയറ്റം ഇന്ദിരാകോള്, തെക്കേയറ്റം ഏതാ? ഇന്ദിരാ പോയിന്റ്. ലഡാക്കിലെ ഇന്ദിരാകോളും തെക്കേയറ്റം ഇന്ദിരാ പോയിന്റുമാണ് അല്ലെ? കിബിത്തു, അരുണാചൽ പ്രദേശിലെ കിബിത്തു ആണ് ഏറ്റവും കിഴക്കേയറ്റം. പടിഞ്ഞാറേയറ്റം ഏതാ? ഗുജറാത്തിലെ ഗുഹാർ മോത്തി. പടിഞ്ഞാറേയറ്റം ഏതാ? ഇന്ത്യയുടെ ഗുഹാർ മോത്തിയാണ്. ഇന്ത്യയുടെ വടക്കേയറ്റം ഏതാ? ലഡാക്കിലെ ഇന്ദിരാകോളാണ് ഏറ്റവും വടക്കേയറ്റം. ലഡാക്ക്. നിശബ്ദ തീരം ലഡാക്കാണ്. ലിറ്റിൽ ടിബറ്റ് ലഡാക്കാണ്. ഇന്ത്യയുടെ തണുത്ത മരുഭൂമി ലഡാക്കാണ്. ഇന്ത്യയുടെ തണുത്ത മരുഭൂമി ലഡാക്കാണ്. ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റിയൊഴുകുന്ന നദി സിന്ധുവാണ്. ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റിയൊഴുകുന്ന നദി ഏതാണ്? സിന്ധുവാണ്. അപ്പൊ നിശബ്ദ തീരമെന്നും ലിറ്റിൽ ടിബറ്റ് എന്നും ഇന്ത്യയുടെ തണുത്ത മരുഭൂമി എന്നും ഏറ്റവും വലിയ കേന്ദ്രഭരണ
കേന്ദ്രഭരണ പ്രദേശം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ലഡാക്ക് ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പം നാഗാലാൻഡിനും 234 രൂപ. അപ്പൊ രണ്ടാം ഘട്ടം നമ്മളിവിടെ പഠിച്ചു. ഏതാ? തൊഴിലുറപ്പ് പദ്ധതി. മൂന്നാം ഘട്ടത്തിലൊക്കെ റിസർവ് ബാങ്കിന്റെ പുതിയ നിരക്ക് എല്ലാം ഞാൻ എഴുതിയിട്ടില്ല. ഈ മൂന്നെണ്ണം ഒരു LDC പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയതാ. റിപ്പോ നിരക്കാണ് ഇപ്പൊ തിരുവനന്തപുരം LDC കാർക്ക് ചോദിച്ചത്. റിപ്പോ നിരക്ക് എന്താണ്? അതായത് നമ്മുടെ റിസർവ് ബാങ്ക് മറ്റു ബാങ്കുകൾക്ക് കൊടുക്കുന്ന വായ്പയുടെ നിരക്കുകൾ, മറ്റു ബാങ്കുകൾക്ക് ആവശ്യമായ വായ്പ കൊടുക്കത്തില്ലേ, അത് റിസർവ് ബാങ്ക് 6.5%. റിവേഴ്സ് റിപ്പോ നിരക്ക് എന്താ? റിവേഴ്സ് റിപ്പോ നിരക്ക് റിസർവ് ബാങ്ക് മറ്റ് ബാങ്കുകളിൽ നിന്നും റിസർവ് ബാങ്കിലേക്ക് കടമെടുക്കുന്ന വായ്പ എടുക്കുന്ന നിരക്ക് 3.35% ആണ്. അപ്പൊ റിപ്പോ നിരക്ക് 6.5, റിവേഴ്സ് റിപ്പോ നിരക്ക് 3.35, കരുതൽ ധനാനുപാതം ഇല്ലേ, കരുതൽ ധനാനുപാതം 4.5 ആണ് റിസർവ് ബാങ്കിന്റെ. ഓർത്തു വെച്ചിരിക്കണം. ഇത് മൂന്നും LDCക്ക് ചോദിക്കാൻ പറ്റിയതാ. റിസർവ് ബാങ്ക് എന്നാണ് നിലവിൽ വന്നത്? റിസർവ് ബാങ്ക് നിലവിൽ വന്നത് 1935 ഏപ്രിൽ 1 അല്ലെ? 35 ഏപ്രിൽ 1 എന്നാ റിസർവ് ബാങ്ക് ആക്ട് വന്നത്? അത് 34. റിസർവ് ബാങ്ക് ആക്ട് വന്നത് 34, റിസർവ് ബാങ്ക് നിലവിൽ വന്നത് 35. ഏത് കമ്മീഷൻ പ്രകാരമാണ്? 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ പ്രകാരം. 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ പ്രകാരമാണ് ഇന്ത്യയിൽ എന്ത് വരുന്നത്? റിസർവ് ബാങ്ക് നിലവിൽ വരുന്നത്. എന്നാൽ റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത് 49. അപ്പൊ നിലവിൽ വന്നത് 35, ദേശസാൽക്കരിച്ചത് എന്നാണ് 49. ഈ നാറ്റോ വന്നത് 49ലാണ്. 1949 നാറ്റോ വന്നത്. എവിടെയാണ് നാറ്റോയുടെ ആസ്ഥാനം? ബെൽജിയത്തിലെ ബ്രസൽസ് അല്ലെ? യൂറോപ്യൻ യൂണിയന്റെയും നാറ്റോയുടെ ആസ്ഥാനം ബെൽജിയത്തിലെ ബ്രസൽസ് ആണ്. എന്നാ വന്നത് നാറ്റോ? 49. തിരുക്കൊച്ചി സംയോജനം നടന്നത് 49 ജൂലൈയിലല്ലേ? ആണ് തിരുക്കൊച്ചി സംയോജനം നടന്നതും. തിരുവനന്തപുരം ജില്ല നിലവിൽ വന്നു, കൊല്ലം ജില്ല നിലവിൽ വന്നു, കോട്ടയം ജില്ല നിലവിൽ വന്നു, തൃശ്ശൂർ, ഇതൊക്കെ നമ്മൾ പറയുന്നത് 1949. അപ്പൊ തിരുക്കൊച്ചി സംയോജനം ഏത് വർഷം? 49. നാറ്റോ വന്നത് ഏത് വർഷം? 49ലാണ് നാറ്റോ നിലവിൽ വരുന്നത് അല്ലെ? നാറ്റോയുടെ ആസ്ഥാനം എവിടെ? ബെൽജിയത്തിലെ ബ്രസൽസ്. നമ്മൾ ബെൽജിയം വേറൊരെണ്ണം പഠിക്കുമല്ലോ. എന്താ ബെൽജിയം വേറൊരെണ്ണം പഠിക്കുന്നത്? ബെൽജിയത്തുകാരനാണ് വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ദിലനോയി അല്ലെ? കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ എതിരാളിയായ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ദിലനോയി ബെൽജിയംകാരനാ. പിന്നെയും ബെൽജിയം പഠിക്കും. നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധമായ വാട്ടർലൂ ഏത് രാജ്യത്തെന്ന് ചോദിച്ചിട്ടില്ലേ? നെപ്പോളിയൻ പരാജയപ്പെട്ട വാട്ടർലൂ യുദ്ധം നടന്നത് ബെൽജിയത്തിലാണ് കേട്ടോ. വാട്ടർലൂ യുദ്ധം ഏത് വർഷമായിരുന്നു? വാട്ടർലൂ യുദ്ധം 1815 അല്ലെ? 1815 ഡൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ അഥവാ ആർതർ പെല്ലസ്ലിയും നെപ്പോളിയനും തമ്മിൽ നടന്ന യുദ്ധമാണ് 1815 വാട്ടർലൂ യുദ്ധം. എങ്ങോട്ടാണ് നെപ്പോളിയനെ നാടുകടത്തിയത്? സെന്റ് ഹെലേന ദ്വീപിലേക്കാണ് നെപ്പോളിയനെ നാടുകടത്തുന്നത്. എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ലൊരു രാജ്യം തരാം എന്ന് പറഞ്ഞത് നെപ്പോളിയൻ അല്ലേ? അസാധ്യം എന്നത് എന്റെ നിഘണ്ടുവിൽ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് നെപ്പോളിയൻ അല്ലേ? ആണ്. നെപ്പോളിയൻ ഫ്രാൻസുമായി ബാങ്ക് ഓഫ് ഫ്രാൻസ് ഒക്കെ സ്ഥാപിച്ചത് നെപ്പോളിയൻ അല്ലേ? അദ്ദേഹത്തിന്റെ യുദ്ധം ഏതായിരുന്നത്? 1815 വാട്ടർലൂ യുദ്ധം. 1815 വേറൊരു ചോദ്യമുണ്ട്. ഏതാണെന്നറിയാമോ? നമ്മുടെ രാജാറാം മോഹൻ റോയുടെ ആദ്യത്തെ സംഘടന, രാജാറാം മോഹൻ റോയുടെ ആദ്യ സംഘടന ഏതാ? ആത്മീയ സഭ. ആത്മീയ സഭ ഏത് വർഷമാണ് വരുന്നത്? 1815 ആത്മീയ സഭ വരുന്നത്. രണ്ടാമത്തെ സംഘടനയാണ് ബ്രഹ്മസമാജം 1828. അപ്പൊ രണ്ടാമത്തെ സംഘടന ഏത് വർഷമാണ്? ബ്രഹ്മസമാജം 1828. ലണ്ടനിലെ ബ്രിസ്റ്റോളിൽ വെച്ച് മരിക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ്. ലണ്ടനിലെ ബ്രിസ്റ്റോളിൽ വെച്ച് മരിക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ്ക്ക് രാജ എന്ന ബഹുമതി കൊടുത്തത് ആരായിരുന്നേ? അന്നത്തെ മുഗൾ രാജാവായ അക്ബർ ഷാ സെക്കൻഡ് ആണ്. അന്നത്തെ മുഗൾ രാജാവായ അക്ബർ ഷാ സെക്കൻഡ് ആണ് രാജാറാം മോഹൻ റോയ്ക്ക് രാജ എന്ന ബഹുമതി കൊടുത്തത്. ഓർത്തു വെച്ചിരിക്കണേ. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ റിസർവ് ബാങ്ക് എന്നാ നിലവിൽ വന്നത്? 35ലാണ്. ദേശസാൽക്കരിച്ചത് 49. റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിൽ കാണുന്ന മൃഗമേതെന്ന് ചോദിച്ചാൽ കടുവയാണ് അല്ലെ? കടുവയും വൃക്ഷം ഏതെന്ന് ചോദിച്ചാൽ എണ്ണപ്പന. കടുവയുടെ സെൻസസ് എടുക്കുന്ന പ്രക്രിയയുടെ പേര് പഗ് മാർക്ക് എന്നതാണ്. പഗ് മാർക്ക്. കടുവയുടെ സെൻസസ് എടുക്കുന്ന പ്രക്രിയ ഏതാണ്? പഗ് മാർക്ക്. റഗ് മാർക്ക് നമ്മൾ പഠിച്ചിട്ടില്ലേ? ബാലവേല ഉപയോഗിക്കാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര റഗ് മാർക്കാണ് അല്ലെ? അതിന്റെ പുതിയ പേരെന്താ? റഗ് മാർക്കിന്റെ പുതിയ പേര് ഗുഡ് വീവ് എന്നാണ്. കൈലാഷ് സത്യാർത്ഥി അല്ലേ അങ്ങനെ പേരിട്ടത്? കൈലാഷ് സത്യാർത്ഥി. അദ്ദേഹത്തിനെ കേൾക്കുമ്പോൾ എന്താ ഓർമ്മ വരണ്ടേ? നോബൽ സമ്മാനം. 2014 മലാല യൂസഫായോടൊപ്പം നോബൽ സമ്മാനം പങ്കിട്ട വ്യക്തി
ആരാ? മലാല യൂസഫായോടൊപ്പം നോബൽ സമ്മാനം പങ്കിട്ടത് കൈലാഷ് സത്യാർത്ഥി. ഏത് വർഷമാ? 2014. അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുവന്ന സംഘടനയുടെ പേരെന്താ? ബച്ചുബൻ ബച്ചാവോ ആന്തോളൻ അല്ലെ. ബച്ചുബൻ ബച്ചാവോ ആന്തോളൻ ആരുടെയായിരുന്നു? കൈലാഷ് സത്യാർത്ഥി. അപ്പൊ ബാലവേലയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറഞ്ഞേ. മൗലിക അവകാശമായ ആർട്ടിക്കിൾ 24 അല്ലെ. ബാലവേലയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 24. അടിമത്തം, മനുഷ്യക്കടത്ത്, ഇതൊക്കെ ആർട്ടിക്കിൾ 23 ആണ്. അടിമത്തം, മനുഷ്യക്കടത്തൊക്കെ ആരാറ്? ആർട്ടിക്കിൾ 23 ആണ്. ബാലവേല 24 ആണ്. കരുതൽ തടങ്കൽ പ്രകാരം, കരുതൽ തടങ്കൽ ബില്ല് കൊണ്ടുവന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. കരുതൽ തടങ്കൽ പ്രകാരം ആദ്യമായി അറസ്റ്റ് ചെയ്ത വ്യക്തി ഒരു മലയാളിയാ, AKG ആണ്. കരുതൽ തടങ്കൽ പ്രകാരം ആദ്യമായി അറസ്റ്റ് ചെയ്ത വ്യക്തി ആരെയാണ്? AKG ആണ്. അപ്പൊ ബാലവേല ആർട്ടിക്കിൾ എത്ര? 24. അടിമത്തം എത്ര? 23 ആണ് അല്ലെ. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയത്, വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയത് ആർട്ടിക്കിൾ 21A ആർട്ടിക്കിൾ 21A 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും എന്ന് പറയുന്നത് അല്ലെ. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്ന് വിളിക്കുന്നത് 21 മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്ന് വിളിക്കുന്ന ആർട്ടിക്കിൾ 21 മൗലികാവകാശങ്ങളുടെ നട്ടൽ എന്ന് വിളിക്കുന്നത് ആർട്ടിക്കിൾ 19 മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്ന് വിളിക്കുന്നത് ആർട്ടിക്കിൾ 21 മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്ന് വിളിച്ചത് ആർട്ടിക്കിൾ 32 ഇത് മൂന്നും തെറ്റിപ്പോരുതേ. അപ്പൊ നട്ടൽ എന്ന് വിളിക്കുന്നത് ഏതാ? നട്ടൽ എന്ന് വിളിക്കുന്നത് ആർട്ടിക്കിൾ 19. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്ന് വിളിക്കുന്നത് ഏതാ? ആർട്ടിക്കിൾ 21. മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്ന് വിളിക്കുന്നത് എന്തിനാ? മൗലികമായത് എന്ന് വിളിക്കുന്നത് ആർട്ടിക്കിൾ 32. ഇനി സുവർണ ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 14, 19, 21. ആർട്ടിക്കിൾ 14, 19, 21. എന്താ 19? 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നതല്ലേ ആർട്ടിക്കിൾ 19. അഭിപ്രായ സ്വാതന്ത്ര്യം അതീ കിടക്കുകയാണ് അല്ലെ. ആർട്ടിക്കിൾ 19(1)(a) അഭിപ്രായ സ്വാതന്ത്ര്യം, വിവരാവകാശം, പത്രസ്വാതന്ത്ര്യം എന്നൊക്കെ നിങ്ങളോട് ചോദിച്ചാൽ 19(1)(a) പറയണം കേട്ടോ. വിവരാവകാശത്തെ കുറിച്ചുള്ള ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 19(1)(a) പത്രസ്വാതന്ത്ര്യം അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം, ഇതൊക്കെ എന്താണ്? 19(1)(a) ആണ് അല്ലെ. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? ഫോർത്ത് എസ്റ്റേറ്റ് പത്രമാധ്യമങ്ങളെയാണ്. പത്രമാധ്യമങ്ങളെയാണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. കിട്ടുമല്ലോ, കുഴപ്പമില്ലല്ലോ. ഇടവിട്ട് റിവിഷനും കൂടെ കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ സെറ്റ് പഠിച്ച് റിസർവ് ബാങ്ക് എന്താ വന്നത്? 35. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം ഇവിടെ മുംബൈയിൽ. റിസർവ് ബാങ്ക്, SBI, നബാർഡ്, LICയുടെ ഒക്കെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ് LICയുടെ ഒക്കെ ആസ്ഥാനം. 56 LIC വരുന്നത്. ഇനി ജനസംഖ്യയിൽ മുന്നിൽ നിൽക്കുന്ന ആദ്യത്തെ 4 രാജ്യങ്ങളുടെ പേര് ചിലപ്പോൾ ചോദിച്ചാലോ? ഒന്ന് നോക്കേ. ഇപ്പൊ 1ാം സ്ഥാനത്ത് ആര് വന്നു? 142.86 കോടിയുമായിട്ട് ഇന്ത്യക്കാര് 1ാം സ്ഥാനത്ത് ലോകത്ത് വന്നു. ഇനി 2ാം സ്ഥാനം 142.57 കോടിയുമായിട്ട് 2ാം സ്ഥാനം നമുക്ക് സ്വാഭാവികമായിട്ട് ചൈന താഴോട്ട് വന്നു. അപ്പൊ ഏറ്റവും ജനസംഖ്യയിൽ 1ാം സ്ഥാനം ഇന്ത്യ, 2ാം സ്ഥാനം ചൈന, 3ാം സ്ഥാനം പഴയ പോലെ തന്നെ അമേരിക്ക, 4ാം സ്ഥാനം ഇന്തോനേഷ്യ. 4ാം സ്ഥാനം ആർക്കാണ്? ഇന്തോനേഷ്യക്കായിരുന്നു. അപ്പൊ 1ാം സ്ഥാനം ഇന്ത്യ, ചൈന, അമേരിക്ക, ഇന്തോനേഷ്യ. 4 എണ്ണം പഠിക്കണേ. പൊതുവെ വലിപ്പത്തിൽ 5ാം സ്ഥാനമൊക്കെ നമ്മൾ ബ്രസീൽ പഠിക്കാറുണ്ട് അല്ലെ. ഇന്തോനേഷ്യ, അപ്പൊ അമേരിക്ക, ഇത് ഇത്രയൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. ഒരു പോയിന്റ് കൂടെ കൊടുത്തിട്ടുണ്ട് നോക്കേ. 15 വയസ്സിനും 64 വയസ്സിനും ഇടയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത്. 68% ഉണ്ട്. 15 വയസ്സിനും 64 വയസ്സിനും ഇടയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത്, 68%. 15 വയസ്സിൽ താഴെയാണെങ്കിൽ 25%, 65 വയസ്സിന് മുകളിൽ 7% പേരേ ഉള്ളൂ. അപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് എത്ര വയസ്സിനും ഇടയിലാണ്? 15നും 64 വയസ്സിനും ഇടയിൽ 68%. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? ജനസംഖ്യ ഉള്ളത് ഉത്തർപ്രദേശിലാണ്. ഇന്ത്യയിൽ ജനസംഖ്യ ഏറ്റവും കൂടുതൽ, ഗോതമ്പ് ഏറ്റവും കൂടുതൽ, അതുപോലെ കരിമ്പ് ഏറ്റവും കൂടുതൽ, പഞ്ചസാര ഏറ്റവും കൂടുതൽ, ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഇവിടെ ഉത്തർപ്രദേശ്. ജനസംഖ്യ മാത്രമല്ലല്ലോ, ലോകസഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭ, പട്ടികജാതി, ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഇവിടെ ഉത്തർപ്രദേശ്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ കൂടുതൽ, ലോകസഭാ സീറ്റ്, സംസ്ഥാന നിയമസഭാ സീറ്റ്, രാജ്യസഭാ സീറ്റ്, പട്ടികജാതിക്കാർ, ഇത് ഏറ്റവും കൂടുതൽ ഇവിടെ ഉത്തർപ്രദേശ്. ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം പറഞ്ഞ് ലക്കിനൌവിന്റെ തീരത്തൂടി ഒഴുകുന്ന നദി പറഞ്ഞ് ലക്കിനൌവിന്റെ തീരത്തൂടി ഒഴുകുന്ന നദി ഗോമതി. എന്താ ലക്കിനൌ ഉടമ്പടി? ലക്കിനൌ ഉടമ്പടി 1914
16 മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച സമ്മേളനം. മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച ഉടമ്പടിയല്ലേ 1916 ലക്കിനൗ ഉടമ്പടി അല്ലേ? ഗാന്ധിജി നെഹ്റു ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് 16 ആണ്. മുസ്ലിം ലീഗും കോൺഗ്രസും ഒന്നിച്ചത് 16 ആണ്. ഈ 16 നമ്മുടെ ഈ ഹോം റൂൾ ലീഗ് വരുന്നത് 1916 ആനി ബസന്റ് അടയാറിൽ സ്ഥാപിച്ച ഹോം റൂൾ ലീഗും പൂനെയിലെ ബാലഗംഗാധര തിലകൻ സ്ഥാപിച്ച ഹോം റൂളും വരുന്നത് ഏത് വർഷമാണ്? 16 കിട്ടുമല്ലോ. അതുപോലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി വരുന്നത് 16 മദൻ മോഹൻ മാളവ്യ സ്ഥാപിച്ച ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി വരുന്നത് 16 അപ്പം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ജനസംഖ്യ ഉള്ളത് ഉത്തർപ്രദേശും, ജനസംഖ്യ ഏറ്റവും കുറവ് എവിടെ? സിക്കിമിലാണ് ജനസംഖ്യ ഏറ്റവും കുറവ്. ജനസാന്ദ്രത ഏറ്റവും കൂടുതൽ ബീഹാറിലാണ്. 2ാം സ്ഥാനം പശ്ചിമ ബംഗാൾ, 3ാം സ്ഥാനം കേരളയ്ക്കാണ് കേട്ടോ. ജനസാന്ദ്രതയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ബീഹാർ, പശ്ചിമ ബംഗാൾ, കേരളം. 3ാം സ്ഥാനത്ത് കേരളമുണ്ട്. ജനസാന്ദ്രത ഏറ്റവും കുറവുള്ളത് അരുണാചൽ പ്രദേശിലാണ്. ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശാണ്. ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള 3ാമത്തെ സംസ്ഥാനമാണ് കേരളം. നമ്മളിവിടെ പഠിച്ചു ബീഹാർ, പശ്ചിമ ബംഗാൾ, കേരളം എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. അടുത്തത് ഓപ്പറേഷനുകൾ. അപ്പൊ 3 ടോപ്പിക്കുകൾ കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ടല്ലോ? റിസർവ് ബാങ്ക് പഠിച്ചു, നീതിന്യായ തൊഴിലുറപ്പ് വേതനം പഠിച്ചു, ജനസംഖ്യ 4 എണ്ണം കഴിഞ്ഞു. 5ാമത്തെ ടോപ്പിക്കേക്കോ ഓപ്പറേഷനെ കുറിച്ച് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പറേഷൻ നോക്കേ. ഓപ്പറേഷൻ ഇന്ദിരാവതി മറന്നുപോരുത്. ഇന്ദിരാവതി അതായത് ആഭ്യന്തര കലാപം രൂക്ഷമായ ഹെയ്ത്തിയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം നടക്കുന്ന ഒരു രാജ്യമാണ് ഹെയ്ത്തി. ഈ ഹെയ്ത്തിയിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ച ഓപ്പറേഷന്റെ പേരെന്താണ്? ഇന്ദിരാവതി ഓപ്പറേഷൻ. അപ്പൊ ഹെയ്ത്തിയിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ച ഓപ്പറേഷൻ ഏതാ? ഇന്ദിരാവതി. ഓപ്പറേഷൻ റാഹത്ത് എന്താണ്? ഓപ്പറേഷൻ റാഹത്ത് യമനിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ച ഓപ്പറേഷൻ. യമനിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ച ഓപ്പറേഷൻ ഏതാണ്? റാഹത്താണ്. ഓപ്പറേഷൻ കാവേരി എന്താ? കാവേരി സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ച ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ കാവേരി സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ. അപ്പം 3 എണ്ണം ഒന്നും കൂടെ പറഞ്ഞേ. ഓപ്പറേഷൻ ഇന്ദിരാവതി ഹെയ്ത്തിയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിച്ചു. ഓപ്പറേഷൻ റാഹത്ത് ഏതാ? യമനിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിച്ച് ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിച്ചത്. ഓപ്പറേഷൻ കാവേരി സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ചത്. ഓപ്പറേഷൻ അജയ് ഇസ്രയേലിൽ നിന്നും ഇന്ത്യക്കാരെ തിരികെ എത്തിച്ച നടപടി ഏതാണ്? ഓപ്പറേഷൻ അജയ് ആണ്. ഓപ്പറേഷൻ ദോസ്ത് തുർക്കി, സിറിയ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷനാണ് ഇന്ത്യക്കാരെ എത്തിച്ചത്. ഓപ്പറേഷൻ ദോസ്ത് ആണ് തുർക്കി, സിറിയ. ഓപ്പറേഷൻ ഗംഗ റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ചതാണ് ഓപ്പറേഷൻ ഗംഗ. നമ്മൾ ഏതൊക്കെ പഠിച്ചത് ഒന്നും കൂടെ നോക്കേ. നമ്മൾ പഠിച്ചത് ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തത് ഇന്ദിരാവതി ഹെയ്ത്തിയിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ചത്. 2ാമത് പഠിച്ചത് ഓപ്പറേഷൻ റാഹത്ത്. റാഹത്ത് എവിടെ നിന്നാണ്? റാഹത്ത് എവിടെയെന്ന് ചോദിച്ചാൽ യമനിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ച ഓപ്പറേഷനാണ്. യമനിൽ നിന്നും നാട്ടിലെത്തിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ റാഹത്ത്. ഓപ്പറേഷൻ കാവേരി എന്താണ്? സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ചത് ഓപ്പറേഷൻ കാവേരി. എന്താ ഓപ്പറേഷൻ അജയ്? ഇസ്രയേലിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ച ഓപ്പറേഷൻ അജയ് ആണ്. എന്താണ് ഓപ്പറേഷൻ ദോസ്ത്? തുർക്കി, സിറിയ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ച ഓപ്പറേഷൻ ദോസ്ത്. എന്താണ് ഓപ്പറേഷൻ ഗംഗ? റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഗംഗ. എന്താണ് ഓപ്പറേഷൻ സുരംഗ്? ഉത്തരാഖണ്ഡിലെ ചാർദാൻ ടണലിൽ ഈ അടുത്ത കാലത്ത് ചാർദാൻ ടണലിൽ അകപ്പെട്ട 41 തൊഴിലാളികളെ പുറത്തെടുത്ത ഓപ്പറേഷന്റെ പേര്. ഉറപ്പായിട്ട് വരാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ് ഓപ്പറേഷൻ സുരംഗ്. ഉത്തരാഖണ്ഡിലെ ചാർദാൻ ടണലിൽ അകപ്പെട്ടത് 41 തൊഴിലാളികളെ പുറത്തെടുത്ത നടപടി ഓപ്പറേഷൻ സുരംഗ്. തൊഴിലാളികൾ അകപ്പെട്ട ആ ടണലിന്റെ പേര് ചോദിക്കാം. സിൽഖാര അഥവാ സിൽഖാര ബാർക്കോട്ട് ടണൽ എന്നാണ് അത് പറയുന്നത്. തൊഴിലാളികൾ അകപ്പെട്ട ആ ടണലിന്റെ പേര്. അപ്പം ഓപ്പറേഷൻ സുരംഗ്. ഇതിനൊരു റോബോട്ടിനെ ഉപയോഗിച്ച് ചിലപ്പോൾ അത് ചോദിച്ചാലോ ദക്ഷ് കേട്ടോ. രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിച്ച റോബോട്ടിന്റെ പേരെന്തായിരുന്നടെ? ദക്ഷ്. അപ്പൊ ഓപ്പറേഷൻ സുരംഗ് ആണ് ഉത്തരാഖണ്ഡിലെ ചാർദാം ടണലിൽ അകപ്പെട്ട 41 തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയ ഓപ്പറേഷന്റെ പേര് അല്ലേ? അത് ഇത്രയൊന്നും കൂടെ ഒന്ന് നോക്കി വെച്ചിരിക്കണേ. അപ്പൊ നല്ലൊരു ക്വസ്റ്റ്യൻ. എന്താണ് ഓപ്പറേഷൻ പോളോ? എന്താ? ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിച്ച ഓപ്പറേഷൻ അല്ലേ ഓപ്പറേഷൻ പോളോ. ഓപ്പറേഷൻ പോളോ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ എത്തിച്ചത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ പോളോയാണെന്ന്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഹൈദരാബാദാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യം. നിങ്ങൾ പലരും തിരുവിതാംകൂറോ മൈസൂറോ ഒക്കെ എടുത്തു വെക്കും. അല്ല, ഹൈദരാബാദാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യം. അതുപോലെ
സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ നാട്ടുരാജ്യവും ഹൈദരാബാദാണ്. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ നാട്ടുരാജ്യം ഹൈദരാബാദാണ്. പക്ഷെ ദത്തവകാശ നിരോധന നിയമത്തിൽ ആദ്യമായി ഒപ്പുവെച്ചത് സറ്റാറയാണ്. ആരാണ്? സറ്റാറയാണ്. അവസാനം ഒപ്പുവെച്ചത് ഔദ് എന്ന് പറയുന്ന രാജ്യമാണ്. ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ആദ്യമായി ഒപ്പുവെച്ചത് ആരാണ്? ആദ്യമായി ഒപ്പുവെച്ചത് സറ്റാറ, അവസാനം ഒപ്പുവെച്ചത് ഔദ്. ആരാ ദത്തവകാശ നിരോധന നിയമം? ഡൽഹൌസി പ്രഭു അല്ലെ. സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത് വെല്ലസ്ലി പ്രഭു ആണെങ്കിൽ ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ഡൽഹൌസി പ്രഭു. അദ്ദേഹമല്ലേ റെയിൽവേ ആരംഭിച്ചത്? എന്നാ ഇന്ത്യയിൽ ആദ്യത്തെ ട്രെയിൻ ഓടിയത്? ഇന്ത്യയിൽ ആദ്യത്തെ ട്രെയിൻ ഓടിയ വർഷം 1853 ഏപ്രിൽ 16-നാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ട്രെയിൻ സർവീസ് ഏത് വർഷമാണ്? 1853 ഏപ്രിൽ 16-നാണ്. ഓർത്തു വെച്ചിരിക്കണേ. ബോംബെ മുതൽ താന വരെയല്ലേ ആദ്യമായി ഓടിയത്? ആദ്യമായി ഓടിയ ട്രെയിനിന്റെ പേര് ഫെയറി ക്യൂൻ എന്നാണ്. ഇന്ത്യയിൽ ഓടിയ ആദ്യത്തെ ട്രെയിനിന്റെ പേരെന്താ? ഫെയറി ക്യൂൻ എന്നാണ്. കേരളത്തിൽ ആദ്യമായി ട്രെയിൻ ഓടിയത് 1861-ആണ്. അപ്പൊ ഇന്ത്യയിൽ 1853-ലാണെങ്കിൽ കേരളത്തിൽ ആദ്യമായി ട്രെയിൻ ഓടിയ വർഷം എന്നാണ്? 1861-ലാണ്. ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഓടിയത്. ബേപ്പൂർ മദ്രാസ് മെയിൽ. ആദ്യത്തെ ഓടിയ ട്രെയിനിന്റെ പേരെന്താ? മദ്രാസ് മെയിൽ എന്നാണ് ആദ്യം ഓടിയ ട്രെയിനിന്റെ പേര്. തിരൂര് വരെയായിരുന്നു അല്ലെ. മലയാളം സർവകലാശാലയുടെ ആസ്ഥാനം തിരൂരല്ലേ? ആണ്. മലയാളം സർവകലാശാലയുടെ ആസ്ഥാനം തിരൂരാണ്. ആദ്യ വൈസ് ചാൻസലർ കെ ജയകുമാർ അല്ലേ? ആണ്. മലയാളം സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ കെ ജയകുമാർ ആണ്. അവരുടെ മുഖപത്രമാണ് എഴുത്തോല. മലയാളം സർവകലാശാലയുടെ മുഖപത്രം ഏതാണ്? എഴുത്തോല. എവിടെ സ്ഥിതി ചെയ്യുന്നത്? തിരൂരാണ്. വാഗൺ ട്രാജഡി നടന്നത് തിരൂരല്ലേ? അല്ല, വാഗൺ ട്രാജഡി മെമ്മോറിയൽ, വാഗൺ ട്രാജഡി സ്മാരകം തിരൂരാണ്. എന്നാ വാഗൺ ട്രാജഡി? 1921 നവംബർ 10. 1921 നവംബർ 10-നാണ് വാഗൺ ട്രാജഡി നടന്നത് അല്ലേ. വാഗൺ ട്രാജഡി അന്വേഷിച്ച കമ്മീഷൻ ഏതാ? നേപ്പ് കമ്മീഷൻ. ഏതാ? നേപ്പ് കമ്മീഷൻ. മലബാർ കലാപം അന്വേഷിച്ച കമ്മീഷൻ സ്ട്രേഞ്ച് കമ്മീഷനും വില്യം ലോഗൻ കമ്മീഷനും. മലബാർ കലാപം അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? സ്ട്രേഞ്ച് കമ്മീഷനും വില്യം ലോഗൻ കമ്മീഷനും. അപ്പൊ നേപ്പ് കമ്മീഷനാണ് വാഗൺ ട്രാജഡി അന്വേഷിച്ച കമ്മീഷൻ ഏതെന്ന് വെച്ചിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് പഠി. അപ്പൊ തിരൂരിൽ ഏതൊക്കെയുണ്ട്? മലയാളം സർവകലാശാലയുടെ ആസ്ഥാനം തിരൂര്, തുഞ്ചത്തെഴുത്തച്ഛൻ ജനിച്ചത് തിരൂരാണ്. അതുപോലെ വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരൂര്. ഏത് ജില്ലയിലാണ് തിരൂര്? മലപ്പുറം ജില്ലയിലാണ് തിരൂര് എന്ന് പഠിക്കുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ 128 ഇന്ത്യൻ പീനൽ കോഡിന്റെ പുതിയ രൂപങ്ങൾ ഏതൊക്കെ? പീനൽ കോഡ് മാത്രമല്ല, ബില്ലുകളുടെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഇതിന് നിയോഗിച്ച കമ്മീഷന്റെ പേര് രൺവീർ സിംഗ് ആണ്. കമ്മീഷൻ അധ്യക്ഷന്റെ പേരെന്താണ്? അപ്പൊ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡുകളൊക്കെ തിരുത്തിക്കുറിച്ച് പുതിയ പേരിലേക്കാക്കിയ ആ കമ്മീഷന്റെ അധ്യക്ഷനാര രൺവീർ സിംഗ് ആണ്. ബില്ലുകൾ പുതിയതായിട്ട് അവതരിപ്പിച്ചത് ആഭ്യന്തരമന്ത്രിയായ അന്നത്തെ അമിത് ഷാ ആയിരുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമം 1860 എന്നായിരുന്നു നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. ഇന്ത്യൻ പീനൽ കോഡ് IPC എന്നല്ലേ പഠിച്ചേ. ഇതിന്റെ പുതിയ പേര് ഭാരതീയ ന്യായ സംഹിത ബിൽ 2023. ഭാരതീയ ന്യായ സംഹിത ബില്ല് 2023 ആണ് ഇന്ത്യൻ പീനൽ കോഡിന്റെ പുതിയ പേര്. മറന്നുപോരുത്, ഭാരതീയ ന്യായ സംഹിത ബിൽ 2023. അടുത്തത് ക്രിമിനൽ നടപടി ചട്ടം 1898 മാറ്റിയതാ. ഇതിനും പുതിയ പേര് വന്നു അല്ലെ. CRPC എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ പോലീസ് പരീക്ഷയ്ക്കൊക്കെ? CRPC ക്രിമിനൽ നടപടി ചട്ടം 1898 വന്ന് അതിനെ എടുത്തു കളഞ്ഞിട്ട് പുതിയ പേരെന്തട്ടോ? ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ബിൽ 2023. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ബില്ല് 2023. അടുത്ത ഒരെണ്ണം കൂടെ പേര് മാറ്റി. ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872. ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഇന്ത്യൻ തെളിവ് നിയമം 1872 പേര് മാറ്റി. എന്താക്കി? ഭാരതീയ സാക്ഷ്യ ബില്ല് 2023. ഭാരതീയ സാക്ഷ്യ ബില്ല്. അപ്പൊ 3 പേരും കൂടെ IPCയുടെ പേരെന്താക്കി മാറ്റി? ഭാരതീയ ന്യായ സംഹിത ബിൽ 2023. CRPCയുടെ പേരെന്താക്കി മാറ്റി? ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ബിൽ 2023. ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ പേരെന്താക്കി മാറ്റി? ഭാരതീയ സാക്ഷ്യ ബില്ല് 2023. ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അത് ചിലപ്പോൾ ഇങ്ങനെ മാറ്റിയ പേരുകൾ ഒന്ന് ചോദിച്ചു പോയാൽ എന്ത് ചെയ്യും? രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഇതെല്ലാം നിലവിൽ വന്നത്, ഇപ്പൊ ഈ നിയമങ്ങളെല്ലാം നിലവിൽ വന്നത് 2024 ജൂലൈ 1-നാണ്. നിലവിൽ വന്നത് എന്താണ്? 2024 ജൂലൈ 1-നാണ്. ബില്ല് കഴിഞ്ഞ വർഷമേ അവതരിപ്പിച്ചു. എന്നാണ്ടെ ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത് ആഗസ്റ്റ് 11, 2023 ഓഗസ്റ്റ് 11-നും ലോകസഭ പാസ്സാക്കിയത് ഡിസംബർ 20-നാണ്. ഡിസംബർ 20. രാജ്യസഭ പാസ്സാക്കിയത് ഡിസംബർ 21. രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടിയത് ഡിസംബർ 25-ആണ്. അപ്പൊ ലോകസഭ പാസ്സാക്കിയ ഡേറ്റ് തൊട്ടെന്ന് പഠിച്ചേരെ. 2023 ഡിസംബർ 20. രാജ്യസഭ പാസ്സാക്കിയത്
ഡിസംബർ 21, രാഷ്ട്രപതി അംഗീകാരം ഡിസംബർ 25, നിലവിൽ വന്നത് 2024 ജൂലൈ 1. കിട്ടുമല്ലോ, അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇന്ത്യൻ പീനൽ കോഡിന്റെ ശില്പി ആരാണ്? ഇന്ത്യൻ പീനൽ കോഡിന്റെ ശില്പി മെക്കാളെ പ്രഭു ആണ് കേട്ടോ. കാനിങ് പ്രഭുവിന്റെ കാലത്താണ് ഇത് വരുന്നത് 1860. പക്ഷേ ഇന്ത്യൻ പീനൽ കോഡിന്റെ ശില്പി ആരെന്ന് വെച്ചാൽ നിങ്ങൾ പറയേണ്ടത് മെക്കാളെ പ്രഭു തന്നെയാണ് അല്ലേ. പോലീസ് ദിനം എന്നാണെന്നറിയാമോ? പോലീസ് ദിനം ഒക്ടോബർ 21 ഒക്ടോബർ 21 പോലീസ് ദിനം. സിവിൽ സർവീസ് ദിനം ഏപ്രിൽ 21 സിവിൽ സർവീസ് ദിനം എന്നാണ് ഏപ്രിൽ 21. പോലീസ് ദിനം ഒക്ടോബർ 21. ഇന്ത്യൻ പോലീസിന്റെ പിതാവാര കോൺവാലിസ് പ്രഭു. ഇന്ത്യൻ പോലീസിന്റെ പിതാവാര കോൺവാലിസ് പ്രഭു. ഇന്ത്യൻ പോലീസിന്റെ വന്ധ്യവയോധികനാര സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. ഇന്ത്യൻ പോലീസിന്റെ വന്ധ്യവയോധികൻ സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് അക്കാഡമി എവിടെ? ഹൈദരാബാദ്. പോലീസ് അക്കാഡമി എവിടെ? ഹൈദരാബാദ്. സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം എവിടെ? കൊല്ലം ജില്ലയിലാണ്. അപ്പൊ ആദ്യത്തെ കൊല്ലം ജില്ലയിലാണ് ആദ്യമായിട്ട് ഒരു പോലീസ് മ്യൂസിയം വരുന്നത് തന്നെ. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം എവിടെയെന്ന് ചോദിച്ചാൽ കൊല്ലവും, പോലീസ് അക്കാഡമി എവിടെയെന്ന് ചോദിച്ചാൽ ഹൈദരാബാദാണ് നമ്മൾ പറയേണ്ടത് അല്ലെ. ഹൈദരാബാദാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം എവിടാന്ന് ചോദിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയിലാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഏതാ? ഇന്റർനാഷണൽ സ്റ്റേഡിയം അത് എറണാകുളം ജില്ലയിലാണ്. ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം എവിടെ? രാജീവ് ഗാന്ധി സ്റ്റേഡിയം ഉണ്ട്, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഉണ്ട്, അംബേദ്കർ സ്റ്റേഡിയം ഉണ്ട്. ഇതൊക്കെ എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിലാണ്. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം എവിടെ? ഒരു പോലീസിന്റെ ഉടമസ്ഥതയിൽ നടത്തുന്ന ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം തിരുവനന്തപുരത്താണ്. ജിമ്മി ജോർജ് സ്റ്റേഡിയം തിരുവനന്തപുരത്താണ്. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം, ജിമ്മി ജോർജ് സ്റ്റേഡിയം ഇതൊക്കെ എവിടെയാണ്? തിരുവനന്തപുരത്ത് ഉണ്ട്. ഓർത്തു വെച്ചിരിക്കണേ. അപ്പം ഇനി അടുത്തത് ബ്രിക്സ് ഉച്ചകോടി ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. പുതിയതായുണ്ട് 2024 വേദി റഷ്യ. എവിടെ വെച്ചാണ്? റഷ്യ. കഴിഞ്ഞ വർഷം 2023 ജോഹന്നാസ്ബർഗ് ദക്ഷിണാഫ്രിക്ക. നിലവിൽ വന്നത് 2006 കേട്ടോ. ബ്രിക്സ് ഉച്ചകോടി നിലവിൽ വന്ന ഡേറ്റ് എന്ന 2006. മൊത്തം 10 രാജ്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ ടോട്ടൽ 10. അതുകൊണ്ടാണ് എടുത്ത് പഠിക്കണം. ആദ്യം ആരൊക്കെ ഉള്ളായിരുന്നു? ഇന്ത്യ, ചൈന, റഷ്യ, ബ്രസീൽ. ഇവർ മാത്രമായിരുന്നു ബ്രിക്സ് ഉച്ചകോടി രൂപീകരിക്കുമ്പോൾ. 2010 കൂടി ദക്ഷിണാഫ്രിക്കയും കൂടെ വന്നു. ആര് വന്നു? ദക്ഷിണാഫ്രിക്ക. അപ്പൊ 5 പേരായി. ആരൊക്കെയാ? ബ്രിക്സ് ഉച്ചകോടിയിൽ ഇപ്പൊ എത്ര പേരുണ്ട്? ബ്രിക്സ് 10 പേരാണ് ബ്രിക്സ് രാജ്യങ്ങൾ. ഇന്ത്യ, ചൈന, റഷ്യ, ബ്രസീൽ ആണ് രൂപീകരിക്കുമ്പോൾ ദക്ഷിണാഫ്രിക്കയും വന്നു. ഈ വർഷം ആർക്കും കൂടെ കൊടുത്തു? 5 പേർക്ക് അനുമതി കൊടുത്തു. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ബ്രിക്സില് അംഗത്വം കൊടുത്ത പുതിയതായിട്ട് വന്ന രാജ്യങ്ങൾ ഈജിപ്റ്റ്, എത്യോപ്യ, സൗദി അറേബ്യ, ഇറാൻ, UAE. അപ്പം ബ്രിക്സിൽ ഉച്ചകോടിയിൽ അംഗത്വം കൊടുത്ത 5 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഈജിപ്റ്റ്, എത്യോപ്യ, സൗദി അറേബ്യ, ഇറാൻ, UAE. പഠിച്ചു വെച്ചിരിക്കണേ. നല്ലൊരു പോയിന്റ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം 130ാമത്തെ പോയിന്റിലേക്ക് കടക്കുകയാണ്. ആഗോള കാർബൺ ബഹിർഗമനത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാർബൺ പുറത്തുവിടുന്ന രാജ്യങ്ങളിൽ 1ാം സ്ഥാനത്ത് ചൈനയാണ് കേട്ടോ. 2ാം സ്ഥാനം അമേരിക്കയാണ്. 3ാം സ്ഥാനം ഇന്ത്യക്കാരാണ്. ആഗോള കാർബൺ ബഹിർഗമനം ചിലപ്പം ചോദിക്കാം പറ്റിയ, ഞാനിത് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പം ഈ ഒരു മോഡൽ കയറി വരാം. 1ാം സ്ഥാനം ഏറ്റവും കൂടുതൽ ആരാ പുറത്തുവിടുന്നത്? ചൈനക്കാരാണ്. 2ാം സ്ഥാനം അമേരിക്ക, 3ാം സ്ഥാനം ഇന്ത്യയാണ്. ആഗോള താപനത്തിന് പ്രധാന കാരണം ഏതാണ്? ഹരിതഗ്രഹ പ്രഭാവവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ. ആരൊക്കെയാ ഹരിതഗ്രഹ പ്രഭാവ വാതകങ്ങൾ? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, ഓസോൺ, CFC, നൈട്രസ് ഓക്സൈഡ് അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, ഓസോൺ ഉണ്ട്, CFC ഉണ്ട്, നൈട്രസ് ഓക്സൈഡ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ഹരിതഗ്രഹ പ്രഭാവവുമായി ബന്ധപ്പെട്ട വാതകങ്ങളാണ് അല്ലെ. ഏത് അന്തരീക്ഷ പാളിയിലെ ഹരിതഗ്രഹ പ്രഭാവം? ഹരിതഗ്രഹ പ്രഭാവം നമ്മുടെ ട്രോപ്പോസ്ഫിയറിൽ തന്നെയാണ്. മഴ, മഞ്ഞ്, കാറ്റ്, മാനവരാശിയുടെ ഭവനം, ഇടി, ഹരിതഗ്രഹ പ്രഭാവം ഇതൊക്കെ അനുഭവപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളിയല്ലേ ട്രോപ്പോസ്ഫിയർ. അതിന് മുകളിൽ ആരാ? സ്ട്രാറ്റോസ്ഫിയർ അല്ലേ. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നതും ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരപാത ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ട്രോപ്പോസ്ഫിയർ ആണ്. നിങ്ങൾ വിമാനങ്ങളുടെ സഞ്ചാരപാത, ജെറ്റ് വിമാനങ്ങൾ, ഓസോൺ പാളി ഇതൊക്കെ ഏതാ? സ്ട്രാറ്റോസ്ഫിയർ ആണ് നിങ്ങൾ പറയേണ്ടത്. മറന്നു പോരുത്. സ്ട്രാറ്റോ. മഴ, മഞ്ഞ്, കാറ്റൊക്കെ ഏതിലാ? ഹരിതഗ്രഹ പ്രഭാവമൊക്കെ ട്രോപ്പോസ്ഫിയറിലാണ് നിങ്ങൾ പറയേണ്ടത്. അപ്പൊ അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ.
ചൈനയുടെ ദേശീയ വിനോദം ഏതായിരുന്നു? ചൈനയുടെ ദേശീയ വിനോദം ടേബിൾ ടെന്നീസ് കേട്ടോ. പിങ് പോങ് എന്നറിയപ്പെടുന്നത് ടേബിൾ ടെന്നീസിനെ, പിങ് പോങ്. മിൻഡോ നെറ്റ് എന്നറിയപ്പെടുന്നത് വോളിബോളിനെ. ശ്രീലങ്കയുടെ ദേശീയ വിനോദമാണ് വോളിബോൾ. മിൻഡോ നെറ്റ് എന്നറിയപ്പെടുന്നത് വോളിബോളിനെ. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ ഒരെണ്ണമാണ് ഈ നമ്മുടെ പൂന ഗെയിം എന്നറിയപ്പെടുന്ന കായിക വിനോദം ബാഡ്മിന്റൺ ആണ്. പൂന ഗെയിം എന്നറിയപ്പെടുന്ന കായിക വിനോദം ഏതാ? ബാഡ്മിന്റൺ ആണ്. മിൻഡോ നെറ്റ് വോളിബോള്, പിങ് പോങ് എന്നറിയപ്പെടുന്നത് ബാഡ്മിന്റൺ. ചൈനയുടെ ദേശീയ വിനോദമാണ്. ചൈനയുടെ തലസ്ഥാനം ഏതാ? ബീജിംഗ്. ലോകത്തിന്റെ സൈക്കിൾ നഗരമാണ് ബീജിംഗ്. ഇന്ത്യയുടെ സൈക്കിൾ നഗരം ലുധിയാന, പഞ്ചാബിലെ ലുധിയാന. ഈ പഞ്ചാബിൽ തന്നെ പാട്യാല പഠിച്ചിട്ടുണ്ടോ? പാട്യാല ഇന്ത്യയുടെ കായിക മ്യൂസിയം, ഇന്ത്യയുടെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പാട്യാല. നേതാജിയുടെ പേരിലാണ് പാട്യാല സ്പോർട്സ് മ്യൂസിയം അറിയപ്പെടുന്നത് കേട്ടോ. അതുപോലെ പഞ്ചാബിൽ തന്നെയാണ് സ്പോർട്സ് ഉപകരണങ്ങളുടെ തലസ്ഥാനമുള്ളത്. സ്പോർട്സ് ഉപകരണങ്ങളുടെ തലസ്ഥാനം ജലന്ധർ, അത് പഞ്ചാബിലാണ്. പിന്നെ നൃത്തങ്ങളുടെ രാജാവ് പഞ്ചാബിലാണ്. നൃത്തങ്ങളുടെ രാജാവ് പഞ്ചാബിലെ ബംഗ്ര നൃത്തമാണ് കേട്ടോ. പഞ്ചാബിലെ ബംഗ്ര നൃത്തം. അതുപോലെ ഇന്ത്യയുടെ ബെർലിൻ മതിൽ എന്നറിയപ്പെടുന്ന വാഗാ ബോർഡർ പഞ്ചാബിലാണ്. ഇന്ത്യയുടെ ബെർലിൻ മതിൽ എന്നറിയപ്പെടുന്ന വാഗാ ബോർഡർ പഞ്ചാബിലാണ്. പഞ്ചാബിനും ഹരിയാനയ്ക്കും പൊതു തലസ്ഥാനമല്ലേ? പഞ്ചാബിന്റെയും ഹരിയാനയുടെ പൊതു തലസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ചണ്ഡീഗഡ് ആണ് പറയേണ്ടത്. ഏതായിരുന്നു? ചണ്ഡീഗഡ്. ഇന്ത്യയുടെ ആദ്യത്തെ ആസൂത്രിത നഗരമല്ലേ ചണ്ഡീഗഡ്? ലേ കോർബ്യൂസിയർ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ശില്പിയാണ് ഇത് കൊണ്ടുവരുന്നത്. അടുത്തത് യുനെസ്കോ ലോക പുസ്തക തലസ്ഥാനങ്ങളെ കുറിച്ച് പറയാം. പുസ്തക ദിനം നിങ്ങൾക്കറിയാം, ഏപ്രിൽ 23. പുസ്തക ദിനം എന്നാണ് ഏപ്രിൽ 23. ആരുടെ ചരമദിനവുമായി ബന്ധപ്പെട്ട്? ഷേക്സ്പിയറുടെ ചരമദിനവുമായി ബന്ധപ്പെട്ട്, ജന്മദിനവും അതെന്ന് പറയാറുണ്ട്. ചരമദിനവുമായി ബന്ധപ്പെട്ട ഏപ്രിൽ 23 പുസ്തക ദിനമായിട്ട് പറയുന്നത്. 1616 അല്ലെ? 1616 ഇദ്ദേഹം മരിക്കുന്നത്. 1564 ജനിക്കുന്നത്. അപ്പോൾ ഷേക്സ്പിയർ ജനിച്ച വർഷം 1564, മരിച്ചത് 1616. പുസ്തക ദിനം എന്ന ഏപ്രിൽ 23. ഷേക്സ്പിയറുടെ അവസാനത്തെ കൃതി പറ? ദ ടെമ്പസ്റ്റ്. അവസാനത്തെ കൃതി ഏതാ? ടെമ്പസ്റ്റ്. ടെസ്റ്റിമോണ, അതുപോലെ ടെസ്റ്റിമോണ, ആസ് യു ലൈക്ക് ഇറ്റ്, കോർഡീലിയ എന്നീ പ്രശസ്ത കഥാപാത്രങ്ങൾ. ടെസ്റ്റിമോണ, കോർഡീലിയ, മാക്ബത്ത്, ഇതൊക്കെ ആരുടെയാ? ഷേക്സ്പിയറുടെ. ഇന്ത്യൻ ഷേക്സ്പിയർ ആരാ? ഇന്ത്യൻ ഷേക്സ്പിയർ കാളിദാസനാണ്. ഇന്ത്യൻ ഷേക്സ്പിയർ ആരാ? കാളിദാസനാണ്. കേരള കാളിദാസൻ ആരാ? കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് കേരള കാളിദാസൻ എന്ന് വിളിക്കുക. അപ്പോൾ ഷേക്സ്പിയറുടെ അവസാനത്തെ കൃതി ഏതാ? ഷേക്സ്പിയറുടെ അവസാനത്തെ കൃതി ദ ടെമ്പസ്റ്റ്. ഷേക്സ്പിയറുടെ ഒഥല്ലോ എന്ന് പറയുന്ന നോവല് സിനിമയാക്കിയത് ഏതാ? സുരേഷ് ഗോപിയുടെ കളിയാട്ടം അല്ലെ? ഒഥല്ലോ സിനിമയാക്കിയപ്പം സുരേഷ് ഗോപിയുടെ കളിയാട്ടവുമായി ബന്ധപ്പെടുന്നു. അടുത്ത പുസ്തക ദിനം ഏപ്രിൽ 23. അപ്പൊ ഇനി എന്തൊക്കെയാണ് പുസ്തക തലസ്ഥാനങ്ങൾ? 25 തെരഞ്ഞെടുത്തിരിക്കുന്നത് റിയോ ഡി ജനീറോയാണ് അല്ലെ? അപ്പം 2025 പുസ്തക തലസ്ഥാനമായി തെരഞ്ഞെടുക്കുന്നത് റിയോ ഡി ജനീറോ, ബ്രസീൽ. ആദ്യ ഭൗമ ഉച്ചകോടി അല്ലെ? ഭൗമ ഉച്ചകോടി നടക്കുന്നത് ബ്രസീലിലെ റിയോ ഡി ജനീറോ നമ്മൾ പഠിച്ചിട്ടില്ലേ? അത് തന്നെ 25. 24 സ്ട്രാസ്ബർഗ്, ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് ആണ് ഈ വർഷത്തെ പുസ്തക തലസ്ഥാനം. 23 കൂടെ പഠിച്ചേരെ, കാനയിലെ അക്ര, കാനയുടെ തലസ്ഥാനമായ അക്രയാണ് കേട്ടോ. 25 റിയോ ഡി ജനീറോ, 24 സ്ട്രാസ്ബർഗ് ഫ്രാൻസ്, 23 അക്രയാണ്. ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, ന്യൂഡൽഹി ഒരു പ്രാവശ്യമായിട്ടുണ്ട് പുസ്തക തലസ്ഥാനമായിട്ട്. ന്യൂഡൽഹിയെ തെരഞ്ഞെടുത്തത് 2003. ഓർത്തു വെച്ചിരിക്കണേ, 2003. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്തത് 132ാമത്തെ പോയിന്റ്, G20 വേദി. ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ഇതിലുണ്ട്. 2025 ദക്ഷിണാഫ്രിക്കയിലാണ്. അടുത്ത വർഷം ദക്ഷിണാഫ്രിക്കയിലാണ് G20 ഉച്ചകോടി. ഈ വർഷം നടക്കുന്നത് ബ്രസീലിലെ റിയോ ഡി ജനീറോ. കഴിഞ്ഞ വർഷം നടന്നത് നമ്മുടെ ഇന്ത്യയിൽ വെച്ചാണ്. ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ വെച്ചാണ് കഴിഞ്ഞ വർഷം G20 ഉച്ചകോടി നടന്നത്. അപ്പം 23 ഇന്ത്യ, 22 കൂടെ പഠിച്ചോ? ഇന്തോനേഷ്യ. 22 ഇന്തോനേഷ്യ, 23 ഇന്ത്യ, 24 ബ്രസീല്, 25 ദക്ഷിണാഫ്രിക്ക. 25 എവിടെ വെച്ച്? ദക്ഷിണാഫ്രിക്ക. ഇനി കഴിഞ്ഞ ഉച്ചകോടിയിലെ 2-3 പ്രത്യേകതകൾ നോക്കിയേ. ഇന്ത്യ G20 ഉച്ചകോടി വേദിയായത് 2023. എന്തായിരുന്നു ആ വർഷത്തെ പ്രമേയം? കഴിഞ്ഞ വർഷത്തെ ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. അതായത് വസുദൈവ കുടുംബകം. ഒരു ഭൂമി, ഒരു കുടുംബം, വൺ എർത്ത്, വൺ ഫാമിലി, വൺ ഫ്യൂച്ചർ എന്ന് പറയുന്ന വസുദൈവ കുടുംബകമാണ് കഴിഞ്ഞ G20 ഉച്ചകോടിയുടെ പ്രമേയം എന്ന് പറയുന്നത്. ഇനിയുണ്ട് സമ്മേളനത്തിൽ ഇന്ത്യയുടെ ഷെർപ്പായിട്ട്, ഇത് ഈ അടുത്ത കാലത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചു, എനിക്ക് തോന്നുന്നു ഖാദി ബോർഡ് പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചു. അമിതാഭ് കാന്താണ് സമ്മേളനത്തിൽ ഇന്ത്യയുടെ ഷെർപ്പ. ആരായിരുന്നത്? ഉദ്യോഗസ്ഥ പ്രതിനിധി എന്നാണ് ഷെർപ്പ ഉദ്ദേശിക്കുന്നത്. അമിതാഭ് കാന്ത്.
എന്താ ഈ കഴിഞ്ഞ വർഷത്തെ ഉച്ചകോടിയിൽ ഒരു സ്ഥിരാംഗത്വം കൊടുത്ത സംഘടനയുണ്ട്, ആഫ്രിക്കൻ യൂണിയൻ കേട്ടോ. നേരത്തെ യൂറോപ്യൻ യൂണിയന് കൊടുത്തിട്ടുണ്ട്, 19 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ആയിരുന്നു. ഇപ്പൊ ആർക്കും കൂടെ വന്നോ? ഇപ്പം ആഫ്രിക്കൻ യൂണിയനും കൂടെ വന്നു. എന്താ ആസ്ഥാനം? ആഫ്രിക്കൻ യൂണിയന്റെ ആസ്ഥാനം ഇവിടെ ആഡിസ് അബാബ. എത്യോപ്യയുടെ തലസ്ഥാനമായ ആഡിസ് അബാബയാണ് ആഫ്രിക്കൻ യൂണിയന്റെ ആസ്ഥാനം. അപ്പം G20 അംഗത്വം കൊടുത്ത ഏറ്റവും പുതിയ സംഘടന ഏതാണ്? ആഫ്രിക്കൻ യൂണിയൻ. സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള ആദ്യ ഷെർപ്പ സമ്മേളനം നടന്നത് ഉദയ്പൂരിൽ. ഷെർപ്പ സമ്മേളനം, ഉദ്യോഗസ്ഥ പ്രതിനിധി സമ്മേളനം. രണ്ടാം ഷെർപ്പ സമ്മേളനം ആട്ടെ നമുക്ക് കുമരകം, കോട്ടയം കുമരകത്ത് വെച്ചായിരുന്നു. എന്തായിരുന്നു അതിന്റെ പ്രമേയം എന്ന് കൂടെ പഠിച്ചേരെ. അടിസ്ഥാന സൗകര്യങ്ങളുടെ ഡിജിറ്റൽ വൽക്കരണമായിരുന്നു പ്രധാന ചർച്ച കേട്ടോ. രണ്ടാം ഷെർപ്പ സമ്മേളനത്തിൽ നടന്നത് നമ്മുടെ കേരളത്തിലെ കുമരകത്ത്. എന്തായിരുന്നു അവർ ഒത്തുകൂടിയ ചർച്ച? അടിസ്ഥാന സൗകര്യങ്ങളുടെ ഡിജിറ്റൽ വൽക്കരണം പ്രധാന ചർച്ച. ഇന്ത്യ പ്രഖ്യാപിച്ച പുതിയ വ്യാപാര ഇടനാഴി. ഈ G20 ഉച്ചകോടിയിലൂടെ ചൈനയെ കടത്തിവിട്ടി, ചൈനയുടെ ഇടനാഴി വേണ്ടാന്ന് വെച്ചിട്ട് ഇന്ത്യ പുതിയൊരു ഇടനാഴി ഒപ്പുവെച്ചു. എന്താണ്? ഇന്ത്യ മിഡിൽ ഈസ്റ്റ്. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് പുതിയ ഏതായിരുന്നു? ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി. ഇന്ത്യ പ്രഖ്യാപിച്ച പുതിയ വ്യാപാര ഇടനാഴിയുടെ പേരെന്താ? ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി. ഡിജിറ്റൽ ഇക്കണോമിക് വർക്കിംഗ് ഗ്രൂപ്പ് മന്ത്രിമാരുടെ യോഗം ബാംഗ്ലൂരിൽ ചേരുകയും കഴിഞ്ഞ വർഷത്തെയാണ്. സമ്മേളനത്തിന്റെ ഭാഗമായി വുമൺ 20 യോഗം ചേർന്നത് മഹാരാഷ്ട്രയിലാണ്. പഠനങ്ങൾക്കായിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ ഗവേഷണ കേന്ദ്രം കേട്ടോ. G20 പഠനങ്ങൾക്ക് വേണ്ടിയുള്ള ഇന്ത്യയുടെ ആദ്യ ഗവേഷണ കേന്ദ്രം ജിൻഡാർ യൂണിവേഴ്സിറ്റി, ഹരിയാനയാണ്. ഏതാ? ജിൻഡാർ യൂണിവേഴ്സിറ്റി, ഹരിയാനയാണ്. സമ്മേളനത്തിന്റെ ഭാഗമായി ചലച്ചിത്രമേളയിൽ അവതരിപ്പിച്ച ആദ്യത്തെ സിനിമ പതേർ പാഞ്ചാലി. നല്ലൊരു ക്വസ്റ്റ്യൻ. കഴിഞ്ഞ G20 ഉച്ചകോടി നടന്നപ്പം അതിന്റെ ഏതായിരുന്നു? ചലച്ചിത്രമേള നടത്തി. അതിൽ ആദ്യമായി അവതരിപ്പിച്ച ചിത്രം നമ്മുടെ പ്രശസ്തമായ പതേർ പാഞ്ചാലി. ആരാ സംവിധാനം ചെയ്തത് പതേർ പാഞ്ചാലി? സത്യജിത് റേ അല്ലേ. പതേർ പാഞ്ചാലി, അപരാജിത, ഇതൊക്കെ ആരുടെയായിരുന്നു? സത്യജിത് റേയുടെ ആയിരുന്നു. ആരാ ഈ എഴുതിയത്? പതേർ പാഞ്ചാലി എഴുതിയത് ആരാ? പതേർ പാഞ്ചാലി എഴുതിയതും പരീക്ഷ വിഭൂതി ഭൂഷൺ ബന്ദോപാധ്യായ എന്ന് നമ്മൾ പഠിക്കത്തില്ലേ. വിഭൂതി ഭൂഷൺ ബന്ദോപാധ്യായ ആണ്. പതേർ പാഞ്ചാലി എന്ന സിനിമ സംവിധാനം ചെയ്തത് സത്യജിത് റേയാണ്. സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്ത്യയിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പദ്ധതിയുടെ പേര് വിസിറ്റ് ഇന്ത്യ 2023 എന്നാണ്. വിസിറ്റ് ഇന്ത്യ 2023 എന്നായിരുന്നു ആ പദ്ധതിയുടെ പേര്. അപ്പൊ പതേർ പാഞ്ചാലി എന്ന സിനിമ ആരുടെയായിരുന്നു? സത്യജിത് റേയുടെ ആയിരുന്നു. സ്പെഷ്യൽ ഓണററി ഓസ്കാർ പുരസ്കാരം നേടിയ ഇന്ത്യക്കാരനാണ് സത്യജിത് റേ കേട്ടോ. G20 ഉച്ചകോടിയുടെ ആപ്തവാക്യം. ഇനി ഈ വർഷത്തെ G20 ഉച്ചകോടിയുടെ ആപ്തവാക്യം നീതിപൂർവമായ ലോകവും സുസ്ഥിര ഭൂമി. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ 2024 G20 ഉച്ചകോടിയുടെ വേദി ഏതാണ്? വേദി ബ്രസീലാണ്. നമ്മൾ പഠിച്ചു നീതിപൂർവമായ ലോകവും സുസ്ഥിര ഭൂമി. ഇന്ത്യയിൽ നിന്നും പ്രതിനിധീകരിക്കുന്നത് V മുരളീധരൻ. ആകെ ഇപ്പൊ എത്ര രാജ്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക? G20 19 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ആഫ്രിക്കൻ യൂണിയനുമായി മാറി. ആഫ്രിക്കൻ യൂണിയനും ആയി മാറി. ഓക്കെ, ഓർത്തു വെച്ചിരിക്കണേ. ഇനി അടുത്തത് പ്രധാനമന്ത്രി നമ്മുടെ നരേന്ദ്രമോദിക്ക് ലഭിച്ച പരമോന്നത സിവിലിയൻ ബഹുമതികൾ. ചുമ്മാ എന്തായാലും ചിലപ്പം ചോദിച്ചാലോ ഇന്ന ബഹുമതി എവിടെ നിന്നാന്ന് കിട്ടിയെങ്കിലോ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ദ ഓർഡർ ഓഫ് ഡ്രൂക്ക് ക്യാൽപോ, ദ ഓർഡർ ഓഫ് ഡ്രൂക്ക് ക്യാൽപോ ഭൂട്ടാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഈ വർഷം നമ്മുടെ നരേന്ദ്രമോദിക്ക് കിട്ടിയത്. ദ ഓർഡർ ഓഫ് ഡ്രൂക്ക് ക്യാൽപോ. അടുത്തത് ഗ്രീസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ. ഗ്രീസിന്റെ പരമോന്നത ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ. അടുത്ത ഈജിപ്തിന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ദി നൈൽ കിട്ടി. അടുത്തത് ഫ്രാൻസിന്റെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ലീജിയൻ ഓഫ് ഓണർ. ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ലീജിയൻ ഓഫ് ഓണർ ഫ്രാൻസിന്റെ ബഹുമതി, അതും കിട്ടി. ഇനിയുണ്ട് ഗ്രാൻഡ് കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ലൊഹാഹോ, പപ്പുവ ന്യൂഗിനിയുടേതും കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി, ഫിജിയുടെ പരമോന്നത ബഹുമതി. ഈ അടുത്ത കാലങ്ങളിൽ നരേന്ദ്രമോദിക്ക് ലഭിച്ച പരമോന്നത സിവിലിയൻ ബഹുമതികൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അതുകൊണ്ട് ആ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രാജ്യം അങ്ങ് പഠിച്ചേരെ. രാജ്യം മാത്രം ഇന്ന രാജ്യത്ത് നിന്ന് കിട്ടിയെന്ന് നോക്കാം. അത് പിന്നെ ഈ പേരുകളൊന്ന് പഠിക്കുന്നതാ, ചിലപ്പോൾ ചില വാക്കുകൾ മാറ്റിയിട്ടിട്ടൊക്കെ ചോദിക്കും. ഒന്ന് പഠിച്ചേരെ കേട്ടോ. അടുത്ത നീതി ആയോഗിന്റെ ദാരിദ്ര്യ സൂചിക. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ദാരിദ്ര്യ സൂചിക. നേരത്തെ നമ്മൾ ആരോഗ്യ സൂചിക പഠിച്ചില്ലേ? ദാരിദ്ര്യ സൂചികയിൽ നിന്ന് ഉറപ്പായിട്ടൊരു ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ദാരിദ്ര്യമുള്ള സംസ്ഥാനം ബീഹാർ.
ദാരിദ്ര്യം കുറവ് കേരളമാണ് അല്ലെ. രാജ്യത്ത് ഏറ്റവും ദാരിദ്ര്യം കുറവുള്ള സംസ്ഥാനം കൂടുതൽ ആർക്കാടെ? കൂടുതൽ ബീഹാറിനും, കുറവ് കേരളവുമാണ്. രാജ്യത്ത് ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ലയായിട്ട് തിരഞ്ഞെടുത്തത് നമ്മുടെ കേരളത്തിലെ എറണാകുളത്തെയാണ് കേട്ടോ. ദാരിദ്ര്യം ഇല്ലാത്ത ഇന്ത്യയിലെ തന്നെ ഏക ജില്ല ഏതാ? എറണാകുളം. ഇന്ത്യയിലെ ഏറ്റവും കുറവ് ദാരിദ്ര്യം നമുക്ക് സൂചിപ്പിക്കാം വയനാട് ജില്ലയിലാണ് ഏറ്റവും ദാരിദ്ര്യം കുറവ്. ദാരിദ്ര്യം കൂടുതൽ ഏതാണ്? ദാരിദ്ര്യം കൂടുതൽ കൂടിയ ജില്ല വയനാട്, ഏറ്റവും കുറവ് എറണാകുളം. അത് ഇന്ത്യയിൽ തന്നെ ദാരിദ്ര്യമില്ല എന്ന് നമുക്ക് പഠിക്കാം. ഇനി അടുത്ത് കേന്ദ്രഭരണ പ്രദേശം. ദാരിദ്ര്യം കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ദാദ്ര നഗർ ഹവേലി ആൻഡ് ഡാമൻ ആൻഡ് ഡ്യൂ. ഒറ്റ വേടാതെ ഒറ്റയാക്കിയിട്ടുണ്ടല്ലോ. അപ്പം ശിശുമരണ നിരക്ക് ഏറ്റവും കൂടുതൽ ബീഹാർ. അപ്പം ദാരിദ്ര്യം കൂടുതലും ബീഹാർ, ശിശുമരണ നിരക്കും കൂടുതൽ ബീഹാർ. ശിശുമരണ നിരക്ക് കുറവ്, ദാരിദ്ര്യവും കുറവ് കേരളം. പോഷകാഹാര കുറവ് ബീഹാർ, പോഷകാഹാര കുറവ് സിക്കിമിനാണ്. അപ്പൊ പോഷകാഹാര കുറവ് കൂടുതൽ വരുന്നത് ബീഹാറിനും, പോഷകാഹാര കുറവില് നമ്മളെ കേരളമല്ല സിക്കിമിലാണ്. അപ്പം ദാരിദ്ര്യം കൂടുതൽ ബീഹാർ, കുറവ് കേരളം. ശിശുമരണ നിരക്ക് കൂടുതൽ ബീഹാർ, കുറവ് കേരളം. പോഷകാഹാര കുറവ് കൂടുതൽ ബീഹാർ, കുറവ് സിക്കിമാണ്. കുറവ് ഏതാണ്? സിക്കിമാണ്. ആ ഒരു സൂചിക അല്ലേ. അടുത്തത് നല്ലൊരു ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം ഏതെന്ന് ചോദിച്ചാൽ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഏറ്റവും അവസാനത്തെ ഒരു പോയിന്റ്, അതും കൂടെ ഒന്ന് കറണ്ട് അഫേഴ്സ് പഠിച്ചു വെച്ചിരിക്കണേ. 2023 ഇന്ത്യയിൽ നിന്നും തെരഞ്ഞെടുത്ത നൃത്തരൂപം ഏതെന്ന്? യുനെസ്കോ ലോക പൈതൃക പട്ടികയിലേക്ക് തെരഞ്ഞെടുത്തത് ഗർഭ ഗുജറാത്ത് കേട്ടോ. ഗർഭ ഗുജറാത്ത് ആണ് 2024 തെരഞ്ഞെടുത്തത്. ഏതാണ്? ഗർഭ ഗുജറാത്ത് ആണ് 2024 തെരഞ്ഞെടുത്തിരിക്കുന്നത് അല്ലെ. ഓർത്തു വെച്ചിരിക്കുക. ഗർഭ. 2-3 നൃത്തരൂപങ്ങളൊന്ന് പറഞ്ഞേടെ. ഭരതനാട്യം എവിടെ? ഭരതനാട്യം തമിഴ്നാട്. കുച്ചിപ്പുടി എവിടെ? കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ്. യക്ഷഗാനം എവിടെ? യക്ഷഗാനം കർണാടക. തമാശ എന്ന നൃത്തരൂപം മഹാരാഷ്ട്രയിലാണ്. ഗർഭ ഗുജറാത്ത്, ഭംഗ്ര പഞ്ചാബ്, ലോട്ട മധ്യപ്രദേശ്, ചാക്രി ജമ്മു കാശ്മീർ. ലോട്ട മധ്യപ്രദേശ്, ചാക്രി ജമ്മു കാശ്മീർ, തമാശ മഹാരാഷ്ട്ര. അതുപോലെ കയാൽ രാജസ്ഥാൻ. ചോദിച്ച ടോസ്റ്റിന് കയാൽ രാജസ്ഥാൻ. കഥക് ഒത്തിരി ഉണ്ട്. ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശ് കേട്ടോ. ഉത്തർപ്രദേശാണ്. അപ്പൊ യക്ഷഗാനം കർണാടക, കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ്, തമാശ മഹാരാഷ്ട്ര, ഗർഭ ഗുജറാത്ത്, ഭംഗ്ര പഞ്ചാബ്, തമാശ മഹാരാഷ്ട്ര, ലോട്ട മധ്യപ്രദേശ്, കഥക് ഉത്തർപ്രദേശ്, ചാക്രി ജമ്മു കാശ്മീർ, കയാൽ രാജസ്ഥാൻ. ഓർത്തു വെച്ചിരിക്കണേ. അതുപോലെ ആസാമിലെ ഒരു ക്ലാസിക്കൽ നൃത്തരൂപമാണ് സാത്രിയ. അതുപോലെ ബിഹു അനഗിയ നടക്ക് ആസാമിലല്ലേ? ആസാമിലാണ് നമ്മൾ പഠിച്ചത്. അപ്പം പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ആദ്യത്തെ സർവകലാശാല നമ്മുടെ ഇന്ത്യയിലെ വിശ്വഭാരതി സർവകലാശാലയാണ് കേട്ടോ. പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക, അല്ലാതെ നമുക്ക് തക്ഷശില നളന്ദയ്ക്കൊക്കെ നമുക്ക് കിട്ടാം. പക്ഷെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ തന്നെ യുനെസ്കോ ലോക പൈതൃക പട്ടിക കിട്ടിയത് വിശ്വഭാരതി സർവകലാശാല. എന്നാ വന്നാൽ 1921 വിശ്വഭാരതി സർവകലാശാല വരുന്നത്. ഇതിന് ആദ്യകാല നാമം ശാന്തിനികേതൻ എന്നതാണ്. വിശ്വഭാരതി സർവകലാശാലയുടെ ആദ്യകാല നാമം എന്താണ്? 1901 ശാന്തിനികേതൻ വരുന്നത്. അത് 21 എന്തായിട്ട് മാറി? വിശ്വഭാരതി സർവകലാശാലയായി മാറിയത് കേട്ടോ. എവിടെയാ വിശ്വഭാരതി സർവകലാശാല? പശ്ചിമ ബംഗാൾ. ഇതിന്റെ ചാൻസലർ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും. വിശ്വഭാരതി സർവകലാശാലയുടെ ചാൻസലർ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും. ഓർത്തു വെച്ചിരിക്കണേ. ചാൻസലർ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും. ഓർത്തു വെച്ചിരിക്കുക. അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2023 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ച ഒരു സ്മാരകമുണ്ട്. ചരഡിയോ മൈദം. അതൊന്ന് ഓർത്തു വെച്ചിരിക്കുക. അത് ആസാമിലാണ്. അതായത് ആസാമിലെ പിരമിഡുകൾ എന്നൊരു അപരനാമം ചരഡിയോ മൈദത്തിനുണ്ട്. ആസാമിലെ അഹോ രാജവംശത്തിലെ ശ്മശാന സമ്പ്രദായമാണ് ഈ മൈദം എന്ന് പറയുന്നത്. ഓർത്തു വെച്ചിരിക്കണേ. അടുത്തത് ആർക്കമിഡീസിന്റെ തത്വം പ്രയോജനപ്പെടുന്ന പല സന്ദർഭങ്ങളുണ്ട്. ആർക്കമിഡീസ് തത്വം പറഞ്ഞിട്ടില്ലേ? യുറേക്കയൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? എവിടൊക്കെയാണ് കൂടുതലും ആർക്കമിഡീസ് തത്വം? നമ്മുടെ അന്തർവാഹിനികളുടെ നിർമ്മാണം ആർക്കമിഡീസ് തത്വമാണ്. പാലിന്റെ ശുദ്ധത അളക്കുന്ന ലാക്ടോമീറ്റർ, ദ്രാവകങ്ങളുടെ സാന്ദ്രത നിയന്ത്രിക്കുന്ന ഹൈഡ്രോമീറ്റർ, അതുപോലെ ദ്രാവകങ്ങളുടെ പഞ്ചസാരയുടെ അളക്കാൻ സക്കാരോമീറ്റർ ഉണ്ടല്ലോ. പഞ്ചസാരയുടെ സാന്ദ്രത അളക്കുന്ന സക്കാരോമീറ്റർ ഉപയോഗിക്കുന്നത് ആർക്കമിഡീസ് ആണ്. അന്തർവാഹിനികളിൽ ലാക്ടോമീറ്ററിൽ, അതുപോലെ ഹൈഡ്രോമീറ്റർ, അതുപോലെ പാലിന്റെ സാന്ദ്രത, പഞ്ചസാരയുടെ സാന്ദ്രത അളക്കുന്ന സക്കാരോമീറ്ററിലൊക്കെ തത്വം ഏതാണ്? ആർക്കമിഡീസ് തത്വം. ഇനി മിശ്രിതങ്ങൾ 2 രീതിയിലുണ്ട്. ഏകാത്മക മിശ്രിതമുണ്ട്, ഭിന്നാത്മക മിശ്രിതമുണ്ട്. ഏകാത്മക മിശ്രിതം എന്ന് പറഞ്ഞാൽ ഉപ്പ്, വെള്ളം, പഞ്ചസാര, ലായനി, സ്റ്റീല്, വായു,
വായു, ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സ്വർണം. ഇത്രയുണ്ട് കേട്ടോ. അപ്പം ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. താഴെ പറയുന്നതിൽ ഏകാത്മക മിശ്രിതം ഏത്, ഭിന്നാത്മക മിശ്രിതം ഏതെന്ന് ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. അപ്പൊ ഉപ്പുവെള്ളം, പഞ്ചസാര ലായനി, സ്റ്റീല്, വായു, ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സ്വർണം, ഇതൊക്കെ ഏതാ ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. ഭിന്നാത്മക മിശ്രിതം അപ്പൊ ഏകാത്മകം ഒരെണ്ണം പഠിച്ചു വെച്ചിരിക്കുക നിങ്ങൾ പരീക്ഷയ്ക്ക്, അതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. അടുത്ത നമുക്ക് നോക്കാം ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ സ്ഥാനങ്ങൾ എത്രയാണ്. ഭക്ഷ്യസുരക്ഷാ സൂചികയിലെ സ്ഥാനങ്ങളാണ് വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനം കേരളം, 2-ാം സ്ഥാനം പഞ്ചാബ്, 3-ാം സ്ഥാനം തമിഴ്നാട്. ഉറപ്പ്, നല്ലൊരു പോയിന്റ്. ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷാ സ്ഥാനത്തിൽ കേരളമാണ് 1-ാം സ്ഥാനം. നേരത്തെ ആരോഗ്യ സൂചികയിൽ 1-ാം സ്ഥാനം. പിന്നെ ഇവിടെ പക്ഷേ മറ്റേടത്ത് തമിഴ്നാടും തെലങ്കാനയും വന്നപ്പോൾ ഇവിടെ കണ്ടോ 2-ാം സ്ഥാനം പഞ്ചാബും 3-ാം സ്ഥാനം തമിഴ്നാടിനാണ് വരുന്നത്. ഇനി ചെറിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനം ഗോവ, 2-ാം സ്ഥാനം മണിപ്പൂർ, 3-ാം സ്ഥാനം സിക്കിമിനാണ്. 1-ാം സ്ഥാനം ഗോവ, 2-ാം സ്ഥാനം മണിപ്പൂർ, 3-ാം സ്ഥാനം സിക്കിമാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ 1-ാം സ്ഥാനം ജമ്മു കാശ്മീരിനായിരുന്നു. 1-ാം സ്ഥാനം ജമ്മു കാശ്മീർ. അടുത്ത കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങൾ, ആ പോയിന്റുകൾ ഒന്ന് മനസ്സിലാക്കാനാണ്. തിമിരം കേട്ടോ, തിമിരം. ഇത് വരി ശ്രദ്ധിച്ചോണം, അതിനുവേണ്ടിയാണ് അത് പ്രത്യേക നോട്ടായിട്ട് ഇരുന്നത്. പ്രായം കൂടുന്തോറും കണ്ണിലെ ലെൻസിന്റെ സുതാര്യത നഷ്ടമാകുന്നത്, പ്രായം കൂടുന്തോറും കണ്ണിലെ ലെൻസിന്റെ സുതാര്യത നഷ്ടമാകുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം തിമിരമാണ്. അടുത്ത വെള്ളെഴുത്ത്, തെറ്റിപ്പോരുത്, പ്രസ് ബയോപ്പിയ. കണ്ണിലെ ലെൻസിന്റെ ഇലാസ്തികത കണ്ടോ, ഇലാസ്തികത, ഈ വരിയാണ് ശ്രദ്ധിക്കേണ്ട പുതിയ ആൾക്കാര്. അപ്പൊ കണ്ണിലെ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്നത് ഏതാ, തിമിരം, പികാട്രാറ്റ് തിമിരം. കണ്ണിലെ ലെൻസിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നതുകൊണ്ട് വെള്ളെഴുത്ത്. ഏതായിരുന്നു, വെള്ളെഴുത്തായിരുന്നു. അടുത്ത ഓക്കെ, ഗ്ലോക്കോമ. നേത്രഗോളത്തിലെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന, ഈ വരി തെറ്റിപ്പോരുത്, നേത്രഗോളത്തിലെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഗ്ലോക്കോമ. നിശബ്ദനായ കാഴ്ചശക്തി അപകാരി എന്നാണ് ഗ്ലോക്കോമയെ വിശേഷിപ്പിക്കുന്നത്. ദീപങ്ങൾക്ക് ചുറ്റും വർണ്ണവലയങ്ങൾ ഉള്ളതായി തോന്നാൻ കാരണവും ഗ്ലോക്കോമയാണ്. അപ്പൊ നേത്രഗോളത്തിലെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഗ്ലോക്കോമ. അത് സീറോഫ്താൽമിയ നോക്ക്. കണ്ണിലെ കൃഷ്ണമണി ഈർപ്പരഹിതവും അധാര്യവുമായി തീരുന്നവർ. കണ്ണിലെ കൃഷ്ണമണി ഈർപ്പരഹിതവും അധാര്യവുമായി വരുന്നതാണ് സീറോഫ്താൽമിയ, കണ്ണുനീരില്ലാത്ത അവസ്ഥ. മറന്നു വരുന്നത് സീറോഫ്താൽമിയ. വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. വർണ്ണാന്തത നിങ്ങൾക്കറിയാം, നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. പ്രധാനം ചുവപ്പും പച്ചയുമാണ്. ഇതിന്റെ മറ്റൊരു പേര് ഡാൽട്ടനിസം എന്നും അറിയപ്പെടുന്നു. വർണ്ണാന്തത പരിഹരിക്കുന്ന ലെൻസ് ഇഷിഹാര ടെസ്റ്റ് ആണ്. ഇഷിഹാര ടെസ്റ്റ് ഉറപ്പായിട്ട് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ. അടുത്ത നോക്കിയേ, അടുത്തത് ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, നിശാന്തത. രാത്രിയിൽ കാഴ്ച കുറയുന്ന അവസ്ഥയാണ് നിശാന്തത. റോസ് ബംഗാൾ ടെസ്റ്റ്. രാത്രിയിൽ കാഴ്ച കുറയുന്ന അവസ്ഥ നിശാന്തത, അത് പരിഹരിക്കുന്ന ടെസ്റ്റ് ഏതാ, കണ്ടുപിടിക്കുന്ന ടെസ്റ്റ് റോസ് ബംഗാൾ ടെസ്റ്റ്. ഹ്രസ്വദൃഷ്ടി, പേരെന്താ, മയോപ്പിയ. എന്താണ് പരിഹരിക്കുന്ന ലെൻസ്, കോൺകേവ് ലെൻസ്. അപ്പൊ ഹ്രസ്വദൃഷ്ടി കോൺകേവ് ലെൻസ്, ദീർഘദൃഷ്ടി ഹൈപ്പർമെട്രോപ്പിയ കോൺവെക്സ് ലെൻസ്. ഹ്രസ്വദൃഷ്ടി മയോപ്പിയ കോൺകേവ് ലെൻസ്, ദീർഘദൃഷ്ടി ഹൈപ്പർമെട്രോപ്പിയ കോൺവെക്സ് ലെൻസ്. വിഷമദൃഷ്ടി ഏത് രോഗം, അസെറ്റിക് മാറ്റിസം. അത് പരിഹരിക്കുന്ന ലെൻസ് ഏതാ, സിലിണ്ടറിക്കൽ ലെൻസ്. അതേതാ, സിലിണ്ടറിക്കൽ ലെൻസ്. അടുത്ത ചെവിയിലെ 3 അസ്ഥികളുടെ മാതൃക ഒന്ന് പഠിച്ചു വെച്ചത്, മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പിസ്. അല്ലെ, ചെവിയിലെ 3 അസ്ഥികൾ ഏതൊക്കെയാ, മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പിസ്. ഏറ്റവും ചെറിയ അസ്ഥി തന്നെ നമ്മുടെ ശരീരത്തിൽ ഏതാ, സ്റ്റേപ്പിസ് എന്നല്ലേ പറയുന്നത്. മാലിയസിന്റെ ആകൃതി ചുറ്റിക, ഇംഗസിന്റെ ആകൃതി കൂടക്കല്ല്, സ്റ്റേപ്പിസിന്റെ ആകൃതി കുതിരലാടം. അപ്പൊ കുതിരലാടത്തിന്റെ ആകൃതിയിൽ സ്റ്റേപ്പിസും, ചുറ്റികയുടെ ആകൃതിയിൽ മാലിയസും, ഇംഗസ് കൂടക്കല്ലിന്റെ ആകൃതിയിലുമാണ്. ഓർത്തു വെക്കണേ. പല്ലുകളെ കുറിച്ചൊന്ന് പഠിക്കാം. പല്ലുകളും ഉറപ്പായിട്ട് കയറി വരാൻ പറ്റിയതാണ്. സ്ഥിരദന്തങ്ങൾ നമുക്ക് 32. പാൽപ്പല്ലുകളുടെ എണ്ണം ഇത് പഠിച്ചു വെച്ചിരിക്കണേ, 20 പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്. 4 തരം പല്ലുകളാണ് ഉള്ളത്. തെറ്റരുത്, എണ്ണം തെറ്റരുത്. 4 തരം പല്ലുകൾ. ഉളിപ്പല്ല് 8, കോമ്പല്ല് 4, ചർവണകം 12, അഗ്രചർവണകം 8. അപ്പൊ ഉളിപ്പല്ലും അഗ്രചർവണകവും 8, കോമ്പല്ല് 4, ചർവണകം 12. പഠിച്ചു വെച്ചിരിക്കണേ, ചർവണകം 12. അപ്പൊ 4 തരം പല്ലുകളാണ് നമുക്കുള്ളത്. ഉളിപ്പല്ലിന്റെ ധർമ്മം എന്താന്ന് നോക്കുക. ഉളിപ്പല്ല് ശരീരത്തിൽ എന്താണ്, ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കുക. ഈ വരി തെറ്റരുത്, ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കുന്നത് ഉളിപ്പല്ല്. ഇനി കോമ്പല്ലിന്റെ പ്രത്യേകത എന്താ, ആഹാര വസ്തുക്കൾ കടിച്ച് കീറാൻ ഉപയോഗിക്കുന്നത്. ആഹാര വസ്തുക്കൾ കടിച്ച് കീറാൻ ഉപയോഗിക്കുന്നത് കോമ്പല്ലാണ്. അതായത് മാംസഭോജികൾക്കുള്ളതും എന്നാൽ സസ്യഭോജികൾക്ക് ഇല്ലാത്തതുമായ പല്ലേതാ, കോമ്പല്ല്. അപ്പൊ കടിച്ച് മുറിക്കുന്നത്
ഉളിപ്പല്ല്, കടിച്ച് കീറുന്നത് കോമ്പല്ലാണ്. ചർവണകം, അഗ്രചർവണകം. ആഹാരം ചവച്ചിറക്കാൻ സഹായിക്കുന്ന പല്ല്, അവസാനമായി വരുന്ന പല്ല് എന്നറിയപ്പെടുന്നതൊക്കെ ചർവണകമാണ്. ആഹാരം ചവച്ചിറക്കാൻ സഹായിക്കുന്നത് ഈ ചർവണകവും അഗ്രചർവണകവുമാണ്. ചവച്ചിറക്കാൻ സഹായിക്കുന്നത് ഓർത്തു വെക്കണേ. പല്ലിന്റെ എല്ലിന്റെ ആരോഗ്യത്തിന് കാരണമായി വിറ്റാമിൻ ഏതാ? വിറ്റാമിൻ ഡി ആണ് പല്ലിന്റെ എല്ലിന്റെയും ആരോഗ്യത്തിന് കാരണം. പല്ലിനെ കേടുവരുത്തുന്ന ആസിഡ് ഏതാ? ലാക്റ്റിക് ആസിഡ്. പാല്, മോര്, തൈര് ഇതിലൊക്കെ ലാക്റ്റിക് ആസിഡ് അല്ലേ? പല്ലിനെ പോടടയ്ക്കാൻ ഉപയോഗിക്കുന്നത് ഏതാ? നമ്മൾ ദന്ത ഡോക്ടറിന്റെ അടുത്തൊക്കെ പോകുമ്പോൾ ഒരു പോടടയ്ക്കുന്നത് ഡെന്റൈൽ അമാൽഗമാണ്. ഡെന്റൈൽ അമാൽഗം. പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം ഏതാ? കാൽസ്യം ഫോസ്ഫേറ്റ്. കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് നമ്മുടെ പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന. പല്ലിനെ കുറിച്ചുള്ള പഠനം ഓഡന്റോളജി. ശരീരത്തിൽ ഏറ്റവും കഠിനമുള്ള ഭാഗം ഇനാമൽ. പല്ലിന്റെ ഇനാമലിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം. ഇനാമലിന്റെ ആരോഗ്യത്തിന് കാൽസ്യം ഫോസ്ഫേറ്റ് അത്യാവശ്യമാണ് ആരോഗ്യത്തിന്. അടുത്ത അസ്ഥികളുടെ എണ്ണം 9ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റ് ആണ് പറയുന്നത്. ആകെ അസ്ഥികൾ 206 ആണ്. അതിൽ അസ്ഥികൾ 2 രീതിയുണ്ട്. അക്ഷാസ്ഥികൂടമുണ്ട്, അനുബന്ധാസ്ഥികൂടമുണ്ട്. അപ്പോൾ അസ്ഥികൾ 2 രീതിയിലുണ്ട്. മൊത്തം 206നെ ഡിവൈഡ് ചെയ്യുന്നത് അക്ഷാസ്ഥികൂടം 80 എന്നും അനുബന്ധാസ്ഥികൂടം എത്ര? 126 അനുബന്ധ അസ്ഥികൂടം. അടുത്ത 2 കാലിലായിട്ട് 30 30 60, 2 കയ്യ് 60. അപ്പം തന്നെ 120 അങ്ങ് മാറിയേ. തലയോട്ടിൽ മൊത്തം അസ്ഥികൾ 29. സ്കൂൾ ടെസ്റ്റ് എത്രയേ ഉള്ളൂ അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് എടുത്തങ്ങനെ അങ്ങ് പഠിക്കുക. തലയോട് 29, നട്ടല് 26, വാരിയല് 24. നട്ടല് എത്ര? 26, വാരിയല് 24. തോൾ വലയം 4 ഉണ്ട്. ശ്രോണി വലയം അതായത് ഇടുപ്പല്ല് 2, മാറല് 1 എണ്ണമാണ്. അങ്ങനെയാണ് ടോട്ടൽ നമുക്ക് 206 പറയുന്നത്. കയ്യിലും കാലിലും 60, തലയോടിൽ 29, നട്ടല് 26, വാരിയല് 24, തോൾ വലയം 4, ശ്രോണി വലയം അഥവാ ഇടുപ്പല്ല് 2, മാറല് 1 മാറല്. ഇനി ഇതും ഉറപ്പായിട്ട് 9ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റിൽ പോഷക ഘടകങ്ങളുടെ ധർമ്മങ്ങൾ ചോദിക്കാം. ധാന്യകം. ശരീര പ്രവർത്തനത്തിന് ആവശ്യമായ ഊർജം നൽകുന്നത് ധാന്യകമാണ്. അപ്പൊ ധാന്യകത്തിന്റെ ധർമ്മം എന്താണ്? ശരീര പ്രവർത്തനത്തിന് ആവശ്യമായ ഊർജം നൽകുക. ഈ പോയിന്റ് ശ്രദ്ധിച്ചോണേ. പ്രോട്ടീൻ. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ഏതാ? പ്രോട്ടീൻ. കൊഴുപ്പ്. ഊർജ നിർമ്മാണത്തിന് സഹായിക്കുന്നത് കൊഴുപ്പ്. എന്താണ്? വിറ്റാമിൻ. വിവിധ ശാരീരിക പ്രവർത്തനങ്ങളെ സഹായിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. ജലത്തിന്റെ ധർമ്മം എന്താ? ശരീര താപം നിയന്ത്രിക്കുന്നു. മറ്റ് ശാരീരിക പ്രവർത്തനങ്ങളുടെ ചിട്ടയായ പ്രവർത്തനത്തിനും ജലം അത്യാവശ്യമാണ് നമ്മുടെ ബോഡിയിൽ. അതിൽ നിന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റിൽ പ്രതീക്ഷിക്കാം. അടുത്തത് 2024 വാർഷികാഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം എഴുതി. വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികമാണ്. 1924 മാർച്ച് 30 തുടങ്ങി. അപ്പൊ നമുക്കിപ്പം 2024 മാർച്ച് 30 ആയപ്പോൾ 100ാം വാർഷികം ഈ വൈക്കം സത്യാഗ്രഹം. കുണ്ടറ വിളംബരത്തിന്റെ 215ാം വാർഷികം 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടന്നത്. കുമാരനാശാൻ മരിച്ചതിന്റെ 100ാം വാർഷികം. എന്നാ കുമാരനാശാൻ മരിച്ചത്? 1924 ജനുവരി 16 കുമാരനാശാൻ മരിച്ചത്. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ ഇല്ലേ, കേരളത്തിന്റെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന്റെ അല്ലമീൻ, അദ്ദേഹം ഇറക്കിയ പത്രമാണ് അല്ലമീൻ എന്ന പത്രത്തിന്റെ 100ാം വാർഷികം. 1924 ഇറക്കിയ പത്രത്തിന്റെ 100ാം വാർഷികം. മാതൃഭൂമി പത്രം 23 വന്നത്. മാതൃഭൂമി പത്രം 2023 ആയപ്പോൾ 100ാം വാർഷികം. ഓർത്തു വെച്ചിരിക്കണേ. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിലെ പോയിന്റുകൾ നോക്കാം. IMFന്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രകാരം IMFന്റെ സാമ്പത്തിക അവലോകനത്തിന്റെ റിപ്പോർട്ട് പ്രകാരം 2023-24 ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 6.3 ആണ്. IMFന്റെ കണക്കനുസരിച്ച് 6 പോയിന്റ്. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ റിപ്പോർട്ട് പ്രകാരം 2023-24 ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 7.3 ആണ്. IMF 6.3, കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് 7.3. അടുത്ത ലോക ബാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരം 2023-24 വർഷത്തെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 6.3 ആണ്. ലോക ബാങ്ക് 6.3. കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം സാമ്പത്തിക വളർച്ച 6.5. ധനകാര്യ മന്ത്രാലയം. ലോക ബാങ്കും IMF ഒരേ ഇതാ വന്നേക്കുന്നത് അല്ലേ, 6.3 ആണ്. ഇനി സാമ്പത്തിക വളർച്ചയിൽ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് എത്രയായിരുന്നു എന്ന് 23-ല് 7.2 ആണ് ഇന്ത്യയുടെ GDP വളർച്ച. റിസർവ് ബാങ്ക് ഇനി ലക്ഷ്യമിടുന്ന 24-25 ലക്ഷ്യമിടുന്ന സാമ്പത്തിക വളർച്ച 7%.
21-24 കാലയളവിൽ റിസർവ് ബാങ്ക് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ശരാശരി വളർച്ചാ നിരക്ക് 8 ആയിരുന്നു. 21-20. ഇനി അടുത്തതിലേക്ക് പറഞ്ഞിരിക്കുന്നത് 7 റിസർവ് ബാങ്ക് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ചാറ്റ് ജിപിടിയെ കുറിച്ച് ഒന്ന് നോക്കാം. ചാറ്റ് ജിപിടിയുടെ സൃഷ്ടാവ് സാം ഓൾട്ട്മാൻ. ആരാണ്? സാം ഓൾട്ട്മാൻ. എന്താണ്? എലോൺ മാസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ഓപ്പൺ AI എന്ന കമ്പനിയാണ് ഉപജ്ഞാതാവ്. ഓപ്പൺ AI കമ്പനിയാണ് ചാറ്റ് ജിപിടിയുടെ ഉപജ്ഞാതാവ്. ജിപിടിയുടെ പൂർണ്ണ രൂപം ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ. ചിലപ്പോൾ ഇത് ചോദിക്കാം. ചാറ്റ് ജിപിടിയുടെ പൂർണ്ണ രൂപം ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ. നിലവിൽ വന്നത് 2022 നവംബർ 30 ചാറ്റ് ജിപിടി നിലവിൽ വരുന്നത്. GPT 3.5 എന്ന ഭാഷാ മോഡലിന്റെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ ഉപഭോക്താക്കളുടെ സംഭാഷണ രൂപത്തിൽ നേരിട്ട് ആശയം വിനിമയം നടത്തുന്ന ഒരു ചാറ്റ് ബോട്ടാണ് ചാറ്റ് GPT എന്ന് പറയുന്നത്. ചാറ്റ് GPT സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആദ്യ സെർച്ച് എഞ്ചിൻ ബിങ് ആണ്. ആദ്യ സെർച്ച് എഞ്ചിൻ, ആദ്യ വെബ് ബ്രൗസർ എഡ്ജ് ആണ്. അപ്പൊ ആദ്യ സെർച്ച് എഞ്ചിൻ വന്നത് ബിങ്ങും ആദ്യ വെബ് ബ്രൗസർ എഡ്ജുമാണ്. ചാറ്റ് GPTക്ക് ബദലായി ഇന്ത്യയിലെ ആദ്യത്തെ ചാറ്റ് ബോട്ടിന്റെ പേര് കൃത്രിം എന്നതായിരുന്നു. കൃത്രിം. അടുത്ത പ്രധാനപ്പെട്ട കുറച്ച് കൃതികളുടെ പേരും കൂടെ എഴുതിയിട്ടുണ്ട്. നോക്കെ, മൂഷക വംശം, അതുലൻ. ശ്രീകണ്ഠൻ എന്ന് പറയുന്ന രാജാവിന്റെ സദസ്സിലെ കവിയായിരുന്നു അതുലൻ. അതുലന്റെ പ്രശസ്ത കൃതി മൂഷക വംശം. തുഫത്തുൽ മുജാഹുദ്ദീൻ, തെറ്റിപ്പോഴത്തെ തുഫത്തുൽ മുജാഹുദ്ദീൻ ഷേഖ് സൈനുദ്ദീൻ. വന്നാണ്ടോ? തുഫത്തുൽ മുജാഹുദ്ദീൻ, തുഫത്തുൽ മുവാഹുദ്ദീൻ ഉണ്ട്. അത് നമ്മുടെ രാജാറാം മോഹൻ റോയ്. തുഫത്തുൽ മുജാഹുദ്ദീൻ ഷേഖ് സൈനുദ്ദീൻ, തുഫത്തുൽ മുവാഹുദ്ദീൻ രാജാറാം മോഹൻ റോയ്. തുഫത്തുൽ മുഫീൻ കാസി മുഹമ്മദ്, മുഹീദ്ദീൻ മാല കാസി മുഹമ്മദ്. തുഫത്തുൽ മുബീനും അല്ലെങ്കിൽ ഫത്തുൽ മുബീനും മുഹീദ്ദീൻ മാലയും കാസി മുഹമ്മദ്. ഹിസ്റ്ററി ഓഫ് കേരള സർദാർ KM പണിക്കർ. പറങ്കിപ്പടയാളികൾ, കേരള സിംഹം, അതൊന്നും എഴുതിയില്ല. 10ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റിൽ ഹിസ്റ്ററി ഓഫ് കേരള എന്ന കൃതി സർദാർ KM പണിക്കർ. സംക്ഷേപ വേദാർത്ഥം ആരാ? ക്ലെമൻ പിയാനോസ് പാതിരി. 1772 റോമിൽ വെച്ചാണ് പ്രസിദ്ധീകരിക്കുന്നത് കേട്ടോ. ക്ലെമൻ പിയാനോസ് പാതിരി മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം. ഹോർത്തൂസ് മലബാറിക്കസ് വാൻഡ്രീഡ്. ഏതാണ്? ഡച്ച് ഗവർണറായ വാൻഡ്രീഡ് 1678 ഹോളണ്ടിന്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ വെച്ച് പ്രസിദ്ധീകരിച്ചതാണ് ഹോർത്തൂസ് മലബാറിക്കസ് വാൻഡ്രീഡ്. പറങ്കിപ്പടയാളികൾ, പോർച്ചുഗീസുകാരെ കുറിച്ച് സർദാർ KM പണിക്കർ എഴുതിയ കൃതി ഏതാണ്? പറങ്കിപ്പടയാളികളാണ് പോർച്ചുഗീസുകാരെ കുറിച്ച് എഴുതിയത് സർദാർ KM പണിക്കർ. പറങ്കിപ്പടയാളി. ഗാന്ധിജിയും അരാജകത്വവും, ഗാന്ധിജി ആൻഡ് അനാർക്കി, C ശങ്കരൻ നായർ. ആരായിരുന്നു? C ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി. നല്ലൊരു ക്വസ്റ്റ്യൻ. ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി. രാമചന്ദ്ര ഗുഹ. ഗാന്ധിയും ഗാന്ധിസവും EMS. ഗാന്ധിയും ഗോഡ്സെയും NV കൃഷ്ണ വാര്യർ. അപ്പം ഗാന്ധിയും ഗാന്ധിസവും EMS, ഗാന്ധിയും ഗോഡ്സെയും NV കൃഷ്ണ വാര്യർ. ആരമ്മേ ഗാന്ധി ഒരു പ്രശസ്ത കവിത, വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ കവിതയാണ് ആരമ്മേ ഗാന്ധി. പുത്തൻ പാന എഴുതിയത് അർണോസ് പാതിരിയാണ്. പുത്തൻ പാന എഴുതിയത്. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര, എ ലോങ് വാക്ക് ടു ഫ്രീഡം. ആരുടെയാ? നെൽസൺ മണ്ടേല. എ ലോങ് വാക്ക് ടു ഫ്രീഡം, നെൽസൺ മണ്ടേല. എ ലോങ്, ചിലപ്പോൾ ഇംഗ്ലീഷിലും ചോദിക്കാം കേട്ടോ. എ ലോങ് വാക്ക് ടു ഫ്രീഡം, എ ലോങ് വാക്ക് ടു ഫ്രീഡം പഠിച്ചു വെച്ചിരിക്കണേ. ഫ്രീഡം, നെൽസൺ മണ്ടേല. ഭയത്തിൽ നിന്നുള്ള മോചനം, ആങ് സാൻ സൂക്കി. ഫ്രീഡം ഫ്രം എക്സൈല്, ഫ്രീഡം ഫ്രം ഫിയർ, ആങ് സാൻ സൂക്കിയുടെയാണ്. മ്യാൻമാറിലെ ആങ് സാൻ സൂക്കി. സ്വാതന്ത്ര്യത്തെ പറ്റി JS മില്ല്. ഹിന്ദു സ്വരാജ് ഗാന്ധിജിയുടെ ആദ്യത്തെ കൃതിയുടെ പേരെന്താ? 1909 പ്രസിദ്ധീകരിച്ച ഗാന്ധിജിയുടെ ആദ്യ കൃതി ഹിന്ദു സ്വരാജ്. സാത്താനിക് വേഴ്സസ് സൽമാൻ റുഷ്ദി അല്ലേ? മിഡ്നൈറ്റ് ചിൽഡ്രൻ, സാത്താനിക് വേഴ്സസ് ഒക്കെ സൽമാൻ റുഷ്ദി. ലജ്ജ തസ്ലീമ നസ്രീൻ. ലജ്ജ ആരുടെ? തസ്ലീമ നസ്രീൻ. എൻ്റെ പെൺകുട്ടിക്കാലം പഠിച്ചു വെച്ചിരിക്കണേ. ഇവരുടെ ആത്മകഥയുടെ പേര് ചോദിക്കും. അതായത് തസ്ലീമ നസ്രീന്റെ ആത്മകഥയുടെ പേര് എൻ്റെ പെൺകുട്ടിക്കാലം. ലജ്ജ അദ്ദേഹത്തിന് അവരുടെ പ്രശസ്ത കൃതിയാണ്. അപ്പൊ സൽമാൻ റുഷ്ദിയുടെ 2 പ്രശസ്ത കൃതി പറഞ്ഞ് സാത്താനിക് വേഴ്സസും മിഡ്നൈറ്റ് ചിൽഡ്രൻ. മിഡ്നൈറ്റ് ചിൽഡ്രൻ ഒക്കെ ബുക്കർ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. റിപ്പബ്ലിക് ആരുടെയാ? പ്ലേറ്റോ. അമ്മ മാക്സിം ഗോർക്കി. മദർ എന്ന കൃതി മാക്സിം ഗോർക്കി. എമിലി, സോഷ്യൽ കോൺട്രാക്ട്, കൺഫെഷൻസ് റൂസോ. കാൻഡിഡ വോൾട്ടയർ. നിയമങ്ങളുടെ അന്തസത്ത അഥവാ സ്പിരിറ്റ് ഓഫ് ലോ മോണ്ടസ്ക്യൂ. മാച്ചു പിച്ചിന്റെ ഉയരങ്ങൾ പാബ്ലോ നെരൂദ. അപ്പൊ റിപ്പബ്ലിക് പ്ലേറ്റോ, അമ്മ മാക്സിം ഗോർക്കി, എമിലി റൂസോ വിദ്യാഭ്യാസപരമായി എഴുതിയ കൃതി എമിലിയാണ്. സോഷ്യൽ കോൺട്രാക്ട് കൺഫെഷൻസ് റൂസോ. കാൻഡിഡ വോൾട്ടയർ. കാൻഡിഡ എന്നല്ല കാൻഡിഡേ. നിയമങ്ങളുടെ അന്തസത്ത മൊണ്ടസ്ക്യൂ. മാച്ചു പിച്ചുവിന്റെ
എവറസ്റ്റിന്റെ ഉയരങ്ങൾ പാബ്ലോ നെരൂദ, ഇന്ത്യയെ കണ്ടെത്തൽ, വിശ്വചരിത്ര അവലോകനം, ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ. ആരുടെയാ? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്ന് തന്നെയാണ്. അപ്പൊ ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ, ഇന്ത്യയെ കണ്ടെത്തൽ, ഇതൊക്കെ ആരുടെ? ജവഹർലാൽ നെഹ്റു. ലോകത്തെ പിടിച്ചുകുലക്കിയ 10 ദിവസം, ജോൺ റീഡ്. ജൂയിഷ് സേറ്റ്, തിയോഡ ഹർഷൽ. എ പാസേജ് ടു ഇന്ത്യ, EM ഫോസ്റ്റർ. കേട്ടോ, EM ഫോസ്റ്റർ. എ പാസേജ് ടു ഇന്ത്യ ആരുടെ? നല്ലൊരു ക്വസ്റ്റ്യൻ. എ പാസേജ് ടു ഇന്ത്യ, EM ഫോസ്റ്റർ. മണി മുഴങ്ങുന്നത് ആർക്ക് വേണ്ടി? ഏണസ്റ്റ് ഹെമിംഗ്വേ. കിഴവനും കടലും അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്ത കൃതിയാണ്. മണി മുഴങ്ങുന്നത് ആർക്ക് വേണ്ടി? ഏണസ്റ്റ് ഹെമിംഗ്വേ. ശീതസമരം എന്ന കൃതി ആരുടെയാ? വാൾട്ട് ലിപ്മാൻ. ശീതസമരം എന്ന ആശയം അല്ല, അത് ബെർണാഡ് ബെറൂച്ചിന്റെ. ശീതസമരം എന്ന കൃതി വാൾട്ട് ലിപ്മാൻ. പാസേജ് ടു ഇന്ത്യ, EM ഫോസ്റ്റർ. ലോകത്തെ പിടിച്ചുകുലക്കിയ 10 ദിവസം, ജോൺ റീഡ്. ഇന്ത്യയെ കണ്ടെത്തലുകളൊക്കെ ആരുടെയാ? അത് ജവഹർലാൽ നെഹ്റു. ഓക്കെ, ഓർത്തു വെച്ചിരിക്കണേ. ഇത്രയാണ്. ഒത്തിരി നേരം എടുത്താൻ തോന്നില്ലേ, സമയം അറിയാൻ വയ്യ. അപ്പോൾ ഒത്തിരി നേരം ആയിപ്പോയെന്ന ഒരു വിഷമമുണ്ട്. എന്നാലും കുറേ നല്ല ചോദ്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ആയിട്ട് ഇനിയും റിവിഷൻ, ഇനി പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് കൊണ്ടുവരാം അല്ലേ. കുറേയൊക്കെ എഴുതി, എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ 147 ചെറിയ അധ്യായങ്ങളെ. എന്നാൽ മാക്സിമം കൊച്ചു ഇമ്പോർട്ടൻ്റ് പരീക്ഷ സമയത്ത് കൊണ്ടുവന്നതിൽ തന്നെ വളരെയധികം സന്തോഷം. ഇതൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് പറയുന്നു. മുമ്പത്തേക്ക് കാണാത്തവർ നേരത്തെ പോയി ആ യൂട്യൂബിൽ പോയി നോക്കി അത് കാണണം. ഓക്കെ, നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു ജോലി കിട്ടി സന്തോഷത്തോടെ ഞങ്ങളുടെ മുമ്പിലേക്ക് വരണേ. നിങ്ങളുടെ വീട്ടിലെ, നിങ്ങളുടെ കുടുംബത്തിന് സന്തോഷമായി. ഞങ്ങൾക്ക് ഒരു മാസത്തെ സന്തോഷം, കാരണം ഞങ്ങളെ വന്ന് കാണും. പിന്നെ നിങ്ങളുടെ ജീവിതകാലം മൊത്തം നിങ്ങളുടെ ഒരു സന്തോഷം. നിങ്ങൾക്ക് ഒത്തിരി പ്രതീക്ഷകളും ഒത്തിരി ആഗ്രഹങ്ങളും ഒക്കെ ഉള്ളത് നിങ്ങൾക്ക് സാധിച്ചെടുക്കണ്ടേ. ആ ആഗ്രഹങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു ജോലി നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. അതിന് കുറച്ച് നാൾ ഉള്ള സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒക്കെ ഒന്ന് റിവിഷൻ നടത്തി ഹാളിലേക്ക് പോവുക. ടെൻഷൻ അടിക്കാതിരിക്കണേ. ടെൻഷൻ അടിച്ചാൽ ഒത്തിരി ഇതാവും. മുമ്പിലേക്ക് വരുന്നത് കുറച്ച് കഴിഞ്ഞ പരീക്ഷകളൊന്നും കിട്ടാതൊക്കെ പോയവരായിരിക്കും കൂടുതൽ ടെൻഷൻ വരുന്നത്. ഇത് കിട്ടുമോ ഇല്ലയോ? കിട്ടും. ധൈര്യമായിട്ടിരിക്കുക, പഠിക്കുക, വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇത് വിധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് തന്നെ കിട്ടിയിരിക്കും. ഇല്ലെങ്കിൽ അടുത്തത്, അങ്ങനെ അങ്ങ് പോവുക കേട്ടോ. എല്ലാവിധ ആശംസകളും. നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.